السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ അൻആം 158. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك. يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. قل انتظروا إنا منتظرون. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء. إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസം സഹിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും അല്ലാഹു തആല പുറത്തു തരട്ടെ. ഒരു നല്ല ദിവസമാണെന്ന് താസുവാഴ് എന്ന് പറയുന്ന വർഷത്തിലൊരിക്കൽ വരുന്ന ഈ പുണ്യദിനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചു. അല്ലാഹു നമ്മിൽ നിന്നത് സ്വീകരിക്കട്ടെ. ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യപ്പ വല്യമ്മമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ, നമ്മുടെ ഖുർആന്റെ ഈ ശാസ്ത്ര നേരത്തെ വന്നിരുന്നവര്, അല്ലാഹു തആല ഈ പുണ്യദിനത്തിന്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ ബർസഖിയായ ജീവിതത്തിൽ അവർക്ക് രക്ഷ നൽകട്ടെ.
എല്ലാ നിലക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല ഈ നല്ല ദിവസത്തിലുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെ ഉപജീവനത്തിനും അല്ലാഹു വിശാലത പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അൻഅം സൂറത്ത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഏകദേശം അവസാന ഭാഗമായി. 158 ആയത്ത് മുതലാണ് ഇന്ന് നമുക്കെടുക്കാനുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊക്കെ ചില ആളുകളോട് പറയുമ്പോൾ അവരത് കേൾക്കാത്തൊരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയലുണ്ട്, അല്ല ഇനി എന്നാണ് നന്നാവുക, മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഓരോ വിഷയത്തോട് തട്ടിച്ച് നമ്മൾ പറയുമ്പോൾ മാതാപിതാക്കളെ നോക്കാത്തവരെ പറ്റി പറയുമ്പോൾ പറയല്ലോ, എന്ത് അല്ല എന്നാ നീ എൻ്റെ ഉമ്മാനെയും വാപ്പനെയൊക്കെ നോക്കാൻ കരുതിയിട്ടുള്ളത്, ഓലൊക്കെ പറ്റ വയ്യാതായി ഒരു മൂലൊക്കെ കിടന്നിട്ടാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് സാധാരണഗതിയിലൊരു ചോദ്യമുണ്ട്. എന്നതുപോലെ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് പോലല്ല, അർത്ഥവത്തായ അല്ലാഹുവിൽ നിന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഓതി വെച്ച ആദ്യത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യൻളുറൂൻ. ശരിക്ക് ഹൽ യൻളുറൂൻ എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം അവർ നോക്കുന്നില്ലേ എന്നാണ്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശം. ഇവിടെ ഉദ്ദേശം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ്, കാത്തിരിക്കുന്നത്. യൻതളിറൂന എന്ന് പറയും പോലെ ഹൽ യൻളുറൂൻ, എന്താണ് ഇനി കാത്തിരിക്കുന്നത്, അതായത് വിശ്വസിക്കാൻ എന്താണ് ഇനിയും ഇവര് കാത്തിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എന്താ വരാൻ പോകുന്നറിയോ? ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ അരികിലേക്ക് വരും. ഇനി അതുവരെയാണോ കാത്തിരിക്കുന്നത്? ഔ യഅതിയ റബ്ബുക്, അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ കാര്യം വരും. എന്താന്നൊക്കെ ഞാൻ വിശദീകരിക്കാം. ഔ യഅതിയ ബഅ്ളു ആയാതി റബ്ബിക്, അല്ലെങ്കിൽ താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് അവർക്ക് വരും. അത് വരാനാണോ ഈ കാത്തിരിക്കുന്നത്? എന്നിട്ട് നന്നാവാന്നാണോ കരുതിയിട്ടുള്ളത്? യൗമ യഅതി ബഅ്ളു ആയാതി റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് വരുന്ന ദിവസം, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരാൾക്കും അയാളുടെ വിശ്വാസം ഉപകരിക്കപ്പെടൂല, ഉപകരിക്കുകയില്ല. എങ്ങനത്തെ ആള്? ലം തകുൻ ആമനത് മിൻ ഖബൽ, ആ പറയപ്പെടുന്ന സംഭവം വരുന്നതിന്റെ മുമ്പ് വിശ്വസിക്കാത്തവർ, ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ വിശ്വാസത്തിനനുസരിച്ച് ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാത്തവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ സമയം അത് ഉപകരിക്കുകയില്ല. അതുകൊണ്ട് ഖുലിൻ തളിറൂ, നബിയെ അങ്ങ് ജനങ്ങളോട് പറയുക, നിങ്ങൾ കാത്തിരുന്നോളൂ. ഇന്നാ മുൻതളിറൂൻ, തീർച്ചയായിട്ടും നമ്മളും കാത്തിരിക്കുന്നവർ തന്നെയാണ്. ഇവിടെ ആദ്യം അല്ലാഹു തആല പറയുന്നത്, ഇനിയും സത്യവിശ്വാസത്തിലേക്ക് വരാന് എന്താണ് ഇഞ്ഞോല് കാത്തിരിക്കുന്നത്, എന്നാണ് ഇഞ്ഞോല് വിശ്വസിക്കുക, ഇനി എന്താണ് വരാൻ പോകുന്നത്, അതാണ് പറയുന്നത്. ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക, അവരുടെ അരികിലേക്ക് മലക്കുകൾ വരുന്നൊരു രംഗം. അതിന്റെ ശേഷമാണോ നന്നാകുന്നത്? ഏതാണ് മലക്കുകൾ വരിക എന്ന് പറഞ്ഞാൽ അറിയങ്ങള്, നമ്മളൊരിക്കലും ഒരു മലയാള പരിഭാഷയോ മറ്റോ വായിച്ച ഒരു പിടുത്തം കിട്ടൂല. അതുകൊണ്ട് ഉദ്ദേശം മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആ മലക്കിന്റെ സഹായികളായ മറ്റു മലക്കുകളാണ്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം.
ഈ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകളാണ്. അങ്ങനെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ വന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങിയാല് ഈ വരാത്ത ആളുകൾക്കൊക്കെ അപ്പ വരാൻ തോന്നും, പക്ഷെ പ്രയോജനപ്പെടൂല. അതാണ് ഇതിന്റെ ശേഷം പറയുന്നത്. അവന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നന്നാകണമെന്ന് വിചാരിച്ചാലും നന്നാകാൻ കഴിയില്ല. അവനാ പറയുന്നത്. അപ്പൊ മലായിക്കത്ത് വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ പിടിക്കുന്ന ഇസ്രായേൽ എന്ന മലക്കും ആ മലക്കിന്റെ കൂടെ അകമ്പടി സേവിക്കുന്ന മറ്റു മലക്കാണ്. അതിലൊരു വിഭാഗം തന്നെയാണ് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ നല്ല ആളുകളുടെ അരികിലേക്ക് റഹ്മത്തിന്റെ മലക്കാളും മോശപ്പെട്ട ആളുകളുടെ അരികിലേക്ക് അദാബിന്റെ മലക്കാളും. അത് ഭീകരമായൊരവസ്ഥയിലായിരിക്കും, ഒരു ഭീകരമായ അവസ്ഥയിലായിരിക്കും. ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ ആ അപകട സ്ഥലത്ത് നിന്ന് നമ്മുടെ രക്ഷാപ്രവർത്തകര്, അവിടെ ഫയർഫോഴ്സിൽ നിന്ന് അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വരും, നിയമപാലകരുണ്ടാവും. അങ്ങനെയുള്ള ഒരാളെ എടുത്തുകൊണ്ടുപോകുന്നതും ബാരിക്കേഡൊക്കെ പാടെ തകർക്കാൻ ശ്രമിച്ച് പോലീസിനെ ആക്രമിച്ച് അവരെ തൂക്കി പിടിച്ചു കൊണ്ടുപോകുന്ന രണ്ട് രീതിയിലാണ്. രണ്ടും ഒരേ ആൾക്കാരെയൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകുന്നത്, പക്ഷെ രണ്ട് രീതിയിലാണ്. ഒന്ന് വളരെ ലോലമായ രൂപത്തിലും വാത്സല്യത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും അനുകമ്പയോടുകൂടെയാവും. മറ്റേതങ്ങനല്ല, വളരെ പരുഷമായ രൂപത്തിൽ ആ രൂപത്തിലായിരിക്കും. ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ട് മുഖമുണ്ട്. ഒന്ന് നല്ല ആളുകളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ നല്ല രൂപത്തിലായിരിക്കും. രണ്ടത് വൃത്തികെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ അത് വളരെ ഗൗരവമുള്ള രൂപത്തിലായിരിക്കും. അത് താങ്ങാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും നന്നാകണമെന്നുണ്ടാവും. നമ്മൾ സാധാരണ പറയില്ല റൂഹ് തൊണ്ടക്കുയിലെത്തുകയാണ്, കാര്യമില്ല. അപ്പൊ പരിശുദ്ധ ഖുർആനില് അല്ലാഹു തആല ഒരു ആയത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ മരണം നമുക്ക് ആസന്നമാകാറിനാല് അത് ഏതൊരു വ്യക്തിക്കും ഇനി ഞാൻ ഇങ്ങോട്ടില്ല, ഒരു തിരിച്ചു വരവില്ല എന്ന് ഓർപ്പിക്കുന്നൊരു സമയമുണ്ട്. സാധാരണ നെഞ്ചുവേദന ഉണ്ടായ അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് സാധാരണ നെഞ്ചുവേദനയോ മറ്റൊന്നും ഉണ്ടായാല് നമുക്ക് ആ ഒരു മാനസികാവസ്ഥ വരൂല. എന്നാല് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു രംഗമുണ്ട്. നമ്മൾ സാധാരണ നെഞ്ചുവേദന ഉണ്ടായി ചിലപ്പോ ഒപ്പളരോട് പറയും, ഞാൻ ചിലപ്പോ തിരിച്ചുണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറയും. അത് വേറെ അർത്ഥത്തിലാണ്. എന്നാല് യഥാർത്ഥത്തിൽ റൂഹിനെ പിടിക്കുമ്പോ ഒന്ന് ഉറപ്പാവും. അതിനെപ്പറ്റി ഖുർആൻ ഒരായത്തിൽ പറഞ്ഞ എങ്ങനെ, ഇത് തന്റെ വേർപാട് തന്നെയാണ് എന്ന് അവൻ ഉറപ്പിച്ചു. ആ ഒരു ഘട്ടത്തിൽ അവനൊരു അസ്വസ്ഥത ഉണ്ടാവും. രണ്ട് കണങ്കാലുകൾ പരസ്പരം ഇങ്ങനെ കൂട്ടിപ്പടക്കും. അസ്വസ്ഥ കാരണം രണ്ട് കണങ്കാലുകൾ പരസ്പരം കൂട്ടിപ്പടക്കും. അവന് ഉറപ്പാകും, ഇല്ല എന്തത് കഴിഞ്ഞു. ആ സമയത്ത് ആർക്കും നന്നാകണമെന്നുണ്ടാവും. എത്ര വലിയ അധികാരിയാണെങ്കിലും വാശിക്കാരനാണെങ്കിലും ആ സമയത്ത് പത്തി താഴ്ത്തും, പക്ഷെ ഒരു രക്ഷയില്ല. ഇവിടെ അള്ള ചോദിക്കുന്നത് ആ ഒരവസ്ഥയ്ക്കാണ് നമ്മൾ കാത്തിക്കുന്നത്, നന്നാകാന് കാത്തിക്കണ്ട. അതാണ് പറയുന്നത്. നീ എന്നാണ് ഇവര് നന്നാകാന് ഏതൊരു സമയത്തേക്കാണ് നീട്ടിവെക്കുന്നത്? നീ വരാൻ പോകുന്ന ഒന്ന് ഇതാണ്, മരണം ആസന്നമാകുന്നത്. അതാണ് മലായിക്കത്ത് വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അതാണ്, റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന മലായിക്കത്ത്. ഇനി നോക്കൂ, രണ്ടാമത് അല്ലാഹു പറയുന്നത് ഔ യഅതിയ റബ്ബുക്, അല്ലെങ്കിൽ നിന്റെ നാഥൻ വരിക. അതിന്റെ ഉദ്ദേശം എന്താ അറിയോ? അള്ളാന്റെ അദാബ് വരിക എന്നാണ്. അള്ളാന്റെ അദാബ്, ശിക്ഷ. അല്ലാതെ അള്ളാഹു നമ്മളെ നേരിട്ട് വരിക എന്നുള്ള രൂപത്തിലല്ല, അള്ളാഹുവിന്റെ കൽപ്പന വരിക എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല ചില ആയത്തിൽ പറയുന്നുണ്ടല്ലോ, വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വരും, വൽ മലായികത്തു, മലക്കുകൾ വരും.
മലക്കുകൾ വരും എന്ന് പറഞ്ഞാൽ നേരെ വരും തന്നെയാണ്. റബ്ബ് വരും എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ മുന്നിൽ ഒരു ക്യാപ്റ്റനായിട്ട് അള്ള വരുന്നല്ല അതിന്റെ ഉദ്ദേശം. അത് റബ്ബിന്റെ ചില തീരുമാനങ്ങളും നിയമങ്ങളും അവിടെ നടപ്പിലാക്കുന്നുള്ള അർത്ഥത്തിലാണ്. ആ വിഷയം നമ്മൾ അനുഭവിപ്പിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലാതെ എന്തല്ല, അള്ളാഹ്ക്ക് പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല എന്നതുപോലെ. അല്ലെങ്കിൽ നിന്റെ റബ്ബ് വരും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അസാബ് വരും. ആ സമയത്തും 3 ഘട്ടങ്ങളിലാണ് നമ്മൾ തൗബ സ്വീകരിക്കാതിരിക്കുക. ഒന്ന് മരണം ആസന്നമാകുമ്പോൾ, രണ്ടാമത്തത് ഈ പറഞ്ഞതാണ് അസാബ് വരുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യൂല, അല്ലാഹു തആല തൗബ സ്വീകരിക്കൂല. അതിന് മുമ്പ് നോക്കണം. അതുകൊണ്ടാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചെങ്കടലിൽ വെച്ച് മുങ്ങി മരിക്കുമ്പോ അവനെ ഉറക്ക വിളിച്ചു പറഞ്ഞു, ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോ ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, ഞാൻ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നോക്കൂ, അതുവരെ അവൻ പറഞ്ഞത് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നാണ്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു. ഞാനല്ലാതെ വേറെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ എന്ന് ചോദിച്ചോർക്കോ. അപ്പോ റുബൂബിയത്ത് മാത്രമല്ല ഉലൂഹിയത്തും ഓനെന്ത് ചെയ്യണം, അവകാശപ്പെടുകയാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാം പരിപാലിക്കുന്നത് ഞാനാണ് റബ്ബ്. ഇലാഹൻ എന്ന് പറഞ്ഞാൽ ആരാധ്യനും ഞാനാന്ന് വരെ ഓൻ പറഞ്ഞു നോക്കി. എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ ആള് പറയാണ് ഞാൻ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താ, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, പിൻഗാമികൾക്ക് വലിയ ഒരു പാഠമാകാൻ ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. അതായത് ആ ഭൗതിക ശരീരം രക്ഷപ്പെടുത്തിയെടുക്കുകയാണ്. മരിപ്പിച്ചു വന്നോ നല്ല സംഭവമാണത്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അതിൽപ്പെട്ട വളരെ സുപ്രധാനമായ ഒന്നാണ് ആ ധിക്കാരി അള്ളാഹു പാഠം പഠിപ്പിച്ചത്. ആ ദിവസമാണ് നാളെ ഞാൻ ശേഷം പറയാം. അപ്പൊ എന്തായിരുന്നാലും അതാ അള്ള വരിക എന്ന് പറഞ്ഞാൽ, റബ്ബ് വരിക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ അസാബ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വരെയാണോ നിങ്ങൾ ഈ കാത്തിരിക്കുന്നത്? കാര്യമില്ല. ഈ അസാബ് വരുമ്പോ ഏറെക്കുറെ ആളുകളൊക്കെ എല്ലാവർക്കും നന്നാകണമെന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഒരിക്കലും അള്ളാഹു അവസരം കൊടുക്കൂല. ലൂത്ത് നബിയുടെ ചരിത്രത്തിൽ കാണാം, ആ ജനതക്ക് ആകാശത്തുനിന്ന് ആ തീമഴ വന്നപ്പോ ആളുകൾക്ക് നന്നാകണമെന്ന് തോന്നി. ലൂത്ത് നബിയുടെ ഭാര്യക്ക് വരെ കാര്യം കിട്ടിയില്ല. അങ്ങനെ ഓരോരുത്തർക്കും അള്ളാന്റെ അസാബ് വരുമ്പോ അപ്പൊ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അതിന് മുമ്പ് ചെയ്യണം. ഔ യഅ്തിയ ബഅ്ദു ആയാതി റബ്ബിക്, അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് വന്നിട്ടാണോ ഇനി നിങ്ങൾ അതുവരെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കാത്തു നിൽക്കുന്നത്? കാര്യമില്ല കാത്തിരിപ്പിന്. അതുകൊണ്ട് ഉദ്ദേശം സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കലാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വന്നതിന്റെ ശേഷം നന്നാകണം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? നടക്കൂലട്ടോ. അങ്ങോട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പ്രധാനമായിട്ടും അതുകൊണ്ട് ഉള്ള ഉദ്ദേശം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുക എന്നുള്ളതാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില്, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചു കഴിഞ്ഞാല് അതിന്റെ ശേഷം പിന്നെ തൗബന്റെ കവാട അടച്ചു എന്നാണ്. തൗബന്റെ കവാട അടച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അത് ഉദ്ധരിക്കുന്നുണ്ട്. അതോടുകൂടെ തൗബന്റെ കവാടം അടച്ചു. പിന്നെ അല്ലാഹു തആല സ്വീകരിക്കൂല. അതുവരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്നാല് ഇവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അലാമത്തുൽ ഖിയാമ എന്നാണ്. ഖിയാമത്തിന്റെ അലാമത്ത് എന്നാണ്. അതിൽ ഇത് മാത്രമല്ല ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടു. അതിൽ ഒന്നാമത്തെ പറയുന്നത് ദുഹാനാണ്. ദുഹാൻ പറഞ്ഞാല് ഒരു പുക വരും. ജപ്പാനിൽ നിന്ന് ഇപ്പത് വരുന്ന കടല് കത്തും, വലിയൊരിതുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചില പ്രവചനങ്ങള്. അവർക്ക് കോടിക്കണക്കിന് ഡോളർ നഷ്ടമായി. കാരണം ടൂറിസ്റ്റുകൾ ആരും വന്നില്ല, വലിയ ദുരന്തം ഉണ്ടാവുമെന്ന് കരുതിയിട്ട്. ഗവൺമെന്റ് ഇങ്ങനെ പറയുന്നുണ്ട്,
ശാസ്ത്രീയമായി അടിത്തറ ഇല്ലാത്തതാണ്, ജനങ്ങൾ ഭയപ്പെടരുതെന്നൊക്കെ. എന്നിട്ടും ഗവൺമെന്റ് മുന്നൊരുക്കങ്ങൾ ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അള്ളാഹു ഒരു വാക്ക് പറഞ്ഞാല് അത് അങ്ങനെ തന്നെ സംഭവിക്കും. പുക വരും. ഇന്നൊന്നും ഒരു കാര്യത്തിനും സംശയിക്കൂലട്ടോ. ആകാശങ്ങൾ ഒന്നായിട്ട് തകരും, പ്രകമ്പനം കൊള്ളുന്നൊക്കെ പറഞ്ഞാലേ ഇന്ന് സംശയിക്കൂലെന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഇന്ന് മനുഷ്യരുണ്ടാക്കുന്ന ബോംബുകൾ വർഷിക്കുമ്പോൾ തന്നെ കെട്ടിടങ്ങൾ തകരുന്നതും അതുപോലെ തന്നെ തീനാളങ്ങൾ ഉയരുന്നതും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് മനുഷ്യവർഗത്തില് അല്ലാഹു തആല ചിലർക്ക് ബുദ്ധി കൊടുത്തപ്പോ അവന്റെ ആ ബുദ്ധിയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുന്ന ആളുകൾ. നമുക്കൊന്നും ബോംബ് ഉണ്ടാക്കാനോ മിസൈൽ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ പഠിച്ച ആളുകളുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാരണം അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വേറെ കൂട്ടർ അത് എഴുതുന്നുണ്ട്. അത്രയുള്ളത്. എല്ലാ കഴിവും കൂടി എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കൂല. അപ്പൊ ഇതൊന്നും എന്തല്ല പിന്നെ സംഭവിക്കൂല എന്ന് ആരും പറയില്ല, ഒക്കെ സംഭവിക്കും. എല്ലാം നിമിഷ നേരം കൊണ്ട് തകിട്ട് പൊടിയാക്കാൻ കഴിയുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയാണ്. വല്ല 20, 30, 40 നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ എത്ര കൊല്ലം വെച്ചിട്ടായിരിക്കും പണി തീർത്തുക. പിന്നെ അന്യായമായി പിന്നെ നിയമങ്ങൾ പാലിക്കാതെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു പൊളിക്കല് ഇതൊക്കെ നമ്മൾ കാണുന്ന എത്ര പെട്ടെന്നാണ് 1, 2, 3, 4, 5 എന്ന് പറയുമ്പോഴേക്ക് 20 നില നിലമ്പത്തി. പിന്നെ പൊടിപടലങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ റബ്ബിനെ എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയും അത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ലോകത്ത് ഒരു പുക വരാണ്ട്, ആ ദുഹാനാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നാകാൻ ചാൻസ് കിട്ടൂല. അതുവരെയാണോ ഈ കാത്തിരിക്കുന്നത്? ഒന്ന് ദുഹാന്, മറ്റൊന്ന് പറയുന്നത് ദാബത്തുൽ അർള്. അങ്ങനെ ഒന്ന് വരാണ്ട്. ദാബത്തുൽ അർള് എന്ന് പറഞ്ഞ മൃഗമാണ്. അത് ഒന്നുകിൽ സാലിഹ് നബിയുടെ ഒട്ടകായിരിക്കും. ആ പാറന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ മുഅ്ജിസത്തിന്റെ ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകായിരിക്കാം അത് എന്നാണ് ഒരു അഭിപ്രായം. അല്ല, ആ ഒട്ടകത്തിന്റെ കുട്ടിയാണെന്ന അഭിപ്രായമുണ്ട്. ആ മുഅ്ജിസത്തിന്റെ ഒട്ടക ഗർഭിണിയായിരുന്നല്ലോ, അതിന് കുട്ടി ഉണ്ടായിരുന്നു. ഒട്ടകത്തെ അറുത്തപ്പോ ആ കുട്ടി വന്ന പാറയിലേക്ക് തിരിച്ചു കയറിയതാണെന്നാണ് ചരിത്രം. അല്ലാഹു അലം. അതാണ് പിന്നീട് ദാമ്പത്യമുള്ളതായിട്ട് വരിക എന്നുള്ളതാണ്. അത് വന്നാൽ പിന്നെ മക്കളെ തൗബ ശരിയാവൂല, സ്വീകരിക്കൂല. അങ്ങനെയാണ് ഉദ്ദേശം എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഒരു വിഭാഗം പറയുന്നത് ദജ്ജാലിന്റെ വരവാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവ്, ഇങ്ങനെ ഒരുപാട് അതിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളാൽ ലാസ്റ്റ് വരാൻ പോകുന്ന അടയാളങ്ങൾ അതിൽ ഏതും അതിൽ പെടാമെന്നാണ്. അതിന്റെ മുമ്പ് എന്തായിക്കോളൂ, കാര്യങ്ങൾ നോയിക്കോളൂ എന്നാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാൻ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരാൾക്കും അയാളെ വിശ്വാസം ഉപകരിക്കുകയില്ല. എങ്ങനത്തെ വിശ്വാസം? ലം തകുൻ ആമനത് മിൻ ഖബൽ, അവന് മുമ്പ് വിശ്വസിച്ചില്ല, ഇപ്പൊ വിശ്വസിക്കണം. നേരത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഓ എപ്പോഴാ വിശ്വസിക്കാൻ നോക്കുന്നത്? മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിക്കുമ്പോ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് വരുമ്പോ, അതല്ലെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഉള്ളത് പ്രത്യേകം പറയപ്പെട്ടത് അത് പ്രകടമാകുമ്പോ. ഇപ്പൊ നമ്മൾ പറയാണ് മദ്യപാനം അധികരിക്കുന്ന ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. ആൾക്കാർക്കൊരു പേടിയില്ല. അതൊന്നും പറയാ. സൂര്യൻ പടിഞ്ഞാറന്ന് ഉദിക്കുന്നൊരു ഇത് വരുമ്പോ എല്ലാരും മനസ്സിലാവും ഇത് കളികാരിയാണ്. നേരെ മറിച്ചിപ്പോ ഖിയാമത്ത് നാളിന്റെ വേറെ ഒരുപാട് അലാമത്തുകൾ ആദ്യം വരുന്നതൊക്കെ ഇപ്പൊ വന്നു കഴിഞ്ഞു. വൃദ്ധസദനങ്ങളൊക്കെ കൂണ് മുളക്കുന്നത് പോലെ വരികയാണ്. ഭാരതത്തെ മൊത്തം അമ്മയായിട്ട് കരുതുന്നവര് പെറ്റ അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനങ്ങളിലാക്കുക. വല്ലാത്ത വിരോധാഭാസമാണ്. ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്, കണ്ടമാനം ശമ്പളം വാങ്ങുന്നവര്, എന്നിട്ട് പ്രായമായ അച്ഛനമ്മമാരെ നോക്കാത്ത ആളുകൾ, ഇതൊക്കെ നമ്മൾ കാണല്ലേ.
ഉമ്മാരെയും വാപ്പാരെയും നോക്കാത്ത ആളുകൾ, ഇത് ഖിയാമത്ത് ഒരു അലാമത്താണ് വന്നു കഴിഞ്ഞു. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം ഖിയാമത്ത് ഒരു അലാമത്താണ്. എന്തൊക്കെ പേരിലാ ഇറങ്ങുന്ന പറയാൻ പറ്റുമോ ഇന്ന്? എല്ലാ കാര്യത്തിലും മറ എന്ന ഒന്ന് പറ്റ പോവാണ്. മറ ഉണ്ടെങ്കിൽ എന്തും ആകാന്ന് വിചാരിക്കുന്നവരുണ്ട്, അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. എവിടെ ഇടപെടാന്ന് വിചാരിക്കാണ്. ഇവിടെ നമ്മോട് ചോദിക്കാം സ്വാതന്ത്ര്യമില്ല. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഒരു പ്രഗത്ഭനായ ഒരു ബുദ്ധിജീവി പറയാണ്, ഈ പുരുഷാധിപത്യം അയാൾ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയണം, അത് ഇല്ലാതാകന്നെ വേണം. ഏത് പെണ്ണും ഏത് നട്ടപ്പാതിരക്കും യാത്ര ചെയ്യാൻ തയ്യാറാകണം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഏതുപോലെ വെച്ചാല് നമ്മള് വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണവും എന്താ അത് പുറത്തിട്ടാല്, ചെരുപ്പൊക്കെ പുറത്തല്ലേ, നമ്മളെ വീടിന്റെ പുറത്ത് ചെരുപ്പ് നമ്മൾ ഊരിട്ടിട്ടല്ലേ നമ്മൾ കിടന്നിറങ്ങുന്നത്. എന്നതുപോലെ നമ്മൾ വിലപിടിപ്പുള്ള ആഭരണങ്ങളും കാര്യങ്ങളും അങ്ങനെ പുറത്തു വെക്കും ഇല്ലല്ലോ. പുറത്ത് വെച്ചാൽ അത് മോഷണം പോകൂലേ. ഒരുവിധം പറ്റുന്ന മുയ്യോ ഉരുട്ടി കൊണ്ടോണ്ട കാലാണ്, കൊണ്ടുപോകാൻ പറ്റുന്നൊക്കെ. എന്നതുപോലെ പല നിലക്കും ആക്രമണങ്ങൾ വരുന്ന ഇക്കാലത്ത് നട്ടുച്ച നേരത്തൊക്കെയാണ് പൊക്കിക്കൊണ്ടുവന്നത്. അങ്ങനത്തെ കാലത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ജാതി വർത്താനം പറയുന്നത്. എന്നാ വേണ്ടാത്തതിന് വലിയ പബ്ലിസിറ്റി ആയിക്കാരം. പാവം ഏതാ ഒമാനിലെ രണ്ടാളുകളിലെ ഒരു കുട്ടിയാൾക്ക് മുട്ടായി കൊടുത്തിട്ട് വലിയ വിവാദമായി. അല്ലാഹ്, അത് തീരുമാനമാകുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ചർച്ച? നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാം. വിദേശത്തുനിന്ന് ഇവിടെ വന്ന ചികിത്സക്ക് വന്ന ഒരു ഫാമിലി ഒരിക്കലും നമ്മളെ നാട്ടിൽ വന്നാണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കൂല എന്നുള്ള ഉറപ്പാണ്. കാര്യം ഉറപ്പാണ്. തലന്റെ അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പക്ഷെ നിജസ്ഥിതി അറിയുന്നതിന്റെ മുമ്പ് വല്ലാതെ പ്രചരിപ്പിച്ചു. സത്യാവസ്ഥ എന്താണ്? ഒരു ചികിത്സക്ക് വന്നതാണ്, അത് ദമ്പതിമാരാണ്. അവര് കാറിൽ ഇങ്ങനെ നമ്മളെ നാട്ടിൽ വന്നതല്ലേ, കറങ്ങുന്നതിന്റെ ഇടയിൽ ഒരു നിർത്തിയിട്ട് കുട്ടികൾ നടന്നു പോകുമ്പോ മുട്ടായി കൊടുത്തതാണ്. ഓരോ ശീലം കാണിച്ചാണ്. പക്ഷെ കുട്ടികളെ മെമ്മറിയിൽ നേരത്തെ കടന്നൊരു കാര്യമുണ്ട്, ആരെങ്കിലും മുട്ടായി തരാണെങ്കിൽ വാങ്ങരുത്, കാറിലൊക്കെ വലിച്ചു കൊണ്ടുപോകും. ഇതിങ്ങനെ തലയിൽ കയറ്റിയ മക്കളാണ് കുട്ടികൾ. ഓര് അത് വാങ്ങാതെ പേടിച്ച് ഓടി. അവസാനം ആകെ വിവാദമായി. പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ഏതായിരുന്നല്ല പിന്നെ കുട്ടിയുടെ അച്ഛനമ്മമാര് അത് ആ കേസ് പിൻവലിച്ചോണ്ട്, നിയമപാലകര് ശരിക്ക് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചോണ്ട്, അല്ലെങ്കിൽ പാവം ആ കുടുംബം കൊടുക്കും. പോലെ അതൊന്നും വിചാരിച്ചല്ല. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലേ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, നന്മ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചില നന്മ നമ്മള് പഴയ കാലല്ല, തെറ്റുദ്ധാരണ വരുന്ന കാര്യങ്ങൾ ഇന്ന് ഏറെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സമയം കുറെ പോവും. ഇതൊക്കെ പാടെ ബോധ്യപ്പെടുത്തി വരുമ്പോഴേക്ക് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിഷയം വന്നാൽ ഇതിന്റെ നിജസ്ഥിതി പിന്നെ വരുന്നത് ഇവരൊന്നും കേൾക്കൂല. അതൊട്ട് ചാനലുകാർ കൊടുക്കൂല. വല്ലാതെ ഇങ്ങനെ ആളുകളെ വേറൊരു അർത്ഥത്തിൽ ഇങ്ങനെ നിർത്താനുള്ള ഇവർക്കൊക്കെ താല്പര്യം. മുറിമ ഈച്ച വരും പോലെയാണ്. പോസിറ്റീവായിട്ടൊരു കാര്യത്തെയും കാണൂല. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഖിയാമത്ത് നാളിന്റെ ഒരുപാട് അലാമത്തുകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അലാമത്തുകൾ. മദ്യപാനം അധികരിക്കൽ. മദ്യപാനം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം. എന്താ ലഹരിയുടെ ഒക്കെ ഉപയോഗം കൂടിയിട്ട് ഏതൊക്കെ രൂപത്തിലെ ആളുകളിലെ പോലീസുകാരും കണ്ടിട്ടില്ല നിങ്ങളെ അടിച്ചിട്ട്. ലഹരി പാർട്ടി ഒരു വീട്ടില് ഗുണ്ടകളെല്ലാരും കൂടി കള്ളുടിച്ചിട്ട് ആഘോഷിക്കുകയാണ്. ഒരു മുസ്ലിം വീട്ടിൽ. കാരണം അതിലൊരാള് മുസ്ലിമാണ്, അതിലെല്ലാരും ഉണ്ട്. ഭയങ്കര മതസൗഹാർദ്ദമാണ്. 2 ക്രിസ്ത്യാനികള്, 2 മുസ്ലിങ്ങള്, പ്രധാനപ്പെട്ട സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ എല്ലാരും കൂടി കൂടി. അവസാനം ഗത്യന്തരമില്ലാതെ ആ വീട്ടിലത്തെ ഉമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. പോലീസ് ഉടനെ വന്നു. ശുഭരണ അടിച്ചു പോലീസിനെ. പോലീസുകാരോടുണ്ട് ഓട്ടം കാണുന്നു.
ഇവരെ നിയന്ത്രിക്കേണ്ട ആരാണ്? യഥാർത്ഥത്തിൽ ഈ ലഹരിയാണ്. അല്ലെങ്കിൽ അങ്ങനെ അടിച്ചൂലോ ഒരു പോലീസുകാരെ. അവസാനം പോലീസുകാരെ ഒന്നായിട്ട് വന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഒരൊറ്റ ഒന്നിന് ശരിക്കും നീച്ചടക്കാൻ വയ്യ. ഈ പോലീസുകാർ തെച്ചു പറയുമ്പോൾ നമുക്ക് സങ്കടം വരലാണ്. പക്ഷെ സന്തോഷരംഗാണ്. കാരണം അതിൽ ഒരുത്തന് നടക്കാൻ തീരെ വയ്യ. അത് വിളിച്ചു പറയുന്നുണ്ട്, സാറന്മാരെല്ലാവരും കൂടി എൻ്റെ കാലടിച്ചൊടിച്ചിക്കണ്. ഒരു പോലീസ് ഓഫീസറോട് ചാനലുകാർ ചോദിക്കണം, അയാൾ പറയേണ്ടത് ശരിയാണോ? അപ്പൊ അയാൾ പറഞ്ഞെന്താ അറിയോ, ഗുണ്ടകൾ അവരെ പണി ചെയ്തു, പോലീസിന്റെ പണിയും ചെയ്തു. ആ കാലം അടിച്ചൊടിച്ചു എന്ന് കൂട്ടിക്കോന്ന് അതിന്റെ അർത്ഥം. അത് നന്നായി. അങ്ങനെ ഈ തമ്മാരിത്തരം ചെയ്യുന്ന, ലഹരി അടിച്ചിട്ട് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ നിയമാലയം ചെയ്താല് മേലണ വേദന ഏത് വിരാന്തും മാറും. നടക്കാൻ കഴിയരുത്, അടയാളം വെക്കണം. അല്ലെങ്കിൽ മനുഷ്യരോട് ജീവിക്കാൻ കഴിയുക എവിടുക്ക നമ്മളെ കാര്യങ്ങൾ പോകുന്നു. സ്കൂളിലൊക്കെ ചെറിയ മക്കള് വരെ അങ്ങനെ ദ്രോഹിക്കണില്ലല്ലേ? ഓരോ വീഡിയോസുകളൊക്കെ കണ്ട പേടിയാണുണ്ട്. നിങ്ങളെവിടെയാണോ എന്ന് വെച്ചാൽ സംശയമുണ്ട്. എന്താ അതൊക്കെ എവിടുക്ക അതിൻ്റെയൊക്കെ പോക്കുങ്ങളെന്ന് ആലോചിച്ചോട്ടെ. നമ്മളെ കുട്ടികളാണുള്ളത്. എന്തോ ഒരു ആക്രമണമാണ്. അതും മർമ്മത്ത് നോക്കിയിട്ട് അടിക്കേണ്ട, തലക്കും മുഖത്തൊക്കെ കണ്ണും മൂക്കൊക്കെ പോവില്ലേ? എങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കാം? എങ്ങനെ കുട്ടികളെ പറഞ്ഞേക്കാം? വല്ലാത്തൊരു ഞാൻ അതിൻ്റെ അടിക്കൊക്കെയാണ് ഈ സൂമ്പൊക്കെ വരണ്ടേ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിച്ച് നോക്കി ഇവരെ മനസ്സ് വൃത്തികേടാക്കാൻ. ഇതുകൊണ്ടൊക്കെ നിൽക്കുമോ ഈ കാര്യങ്ങൾ? അടിസ്ഥാനപരമായിട്ട് വേണ്ടത് കൊടുക്കണില്ല. കളിക്കൊക്കെ ഇഷ്ടം പോലുണ്ട്, അല്ലെങ്കിൽ തന്നെ കളിയിലാണ്. ധാർമ്മികമായ ബോധമാണ് കൊടുക്കേണ്ടത്. അയിമലേ രക്ഷയുള്ളൂ യഥാർത്ഥത്തില്. അല്ലാതെ ഇവരെ ഈ കാട്ടിക്കൂട്ടലുകൊണ്ടൊന്നും കുട്ടികൾ ശരിയാവില്ല. അധ്യാപകന്മാർക്ക് വരെ ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് കാര്യങ്ങൾ. പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. ഇവരെല്ലാം ഇനി വലുതായി വരുന്നത്. ഞാൻ പറയുന്നത് സഹോദര, ഇതൊക്കെ ഖിയാമത്തിന്റെ അലാമത്തുകളാണ്, ഖിയാമത്തിന്റെ അടയാളമാണ്. ഇനി ആ വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് വരാണ്ട്, അതോടുകൂടെ വാതില് പറ്റ അടക്കും, നമ്മൾ കുടുങ്ങിപ്പോകും എന്നാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല പറയാണ്. അപ്പൊ നോക്കൂ, അല്ലാഹു പറയുന്നത് ആ ദിനങ്ങൾ വന്നാൽ അന്ന് ഒരാൾക്കും അവന്റെ ഈമാൻ ഉപകരിക്കുകയില്ല, ഉപകാരപ്പെടില്ല. ആർക്ക്? ലം തകുൻ ആമനത് മിൻ ഖബൽ, അതിന്റെ മുമ്പ് വിശ്വസിക്കാത്തവർക്ക്. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ ഖൈറായ കാര്യങ്ങൾ ചെയ്യാത്തവർ. വെറും ഈമാന് പോരാ, ഈമാനുണ്ടായ മാത്രം പോരാ, അമലുകൾ വേണം. അമലുകൾ വേണം. അതാണല്ലോ ഒരായത്തില്, പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹിക്മത്തിന് ഒരാൾക്ക് നൽകപ്പെട്ടാൽ, ഹിക്മത്തിന് ഒരാൾക്ക് നൽകപ്പെട്ടാല് ഫഖദ് ഊതിയ ഖൈറൻ കസീറാന, അവനിക്ക് ഒരുപാട് നന്മകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് അല്ലാഹു തആല ഹിക്മത്ത് നൽകിയാല് ഓൻ ഒരുപാട് ഖൈറുണ്ടാകുന്ന ഖുർആനിലെ ഒരായത്തുണ്ട്. ആ ഹിക്മത്തിന്റെ ഒരർത്ഥം എന്താ? നാഫിയായ ഇൽമ്. എന്നിട്ട് ആ നാഫിയായ ഇൽമ് വഴി അവനിക്ക് എന്ത് കഴിയണം? ആ നാഫിയായ ഇൽമ് വഴി ഓന് അമല് സ്വാലിഹത്ത് ചെയ്യാൻ കഴിയണം. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഈമാന് മാത്രം പോരാ, ഇൽമ് വേണം, അതിനനുസരിച്ചുള്ള അമല് വേണം. നബുവത്താണ് അതിന്റെ ഉദ്ദേശം എന്നുണ്ട്. അപ്പൊ പിന്നെ പ്രവാചകന്മാർ മാത്രമേ പെടുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം കർമ്മശാസ്ത്രപരമായ കർമ്മങ്ങളെ പറ്റി ഒരാൾക്ക് ഉണ്ടാകുന്ന അറിവാണ് ഹിക്മത്ത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. നമുക്ക് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? ഏത് അമലുകളാണെങ്കിലും അതത് കാര്യങ്ങളെ പറ്റി ഒരാൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഉംറക്കൊക്കെ പോകുന്ന ആളുകള് പിന്നെ എയർപോർട്ടിൽ വെച്ച് യാത്ര ഉറപ്പായി ബോർഡിംഗ് പാസ് കിട്ടിയൊക്കെ ലെവലായി കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാം ചെയ്യും. ഇഹ്റാം ചെയ്ത ചില സഹോദരങ്ങള് ഫ്ലൈറ്റിൽ നിന്ന് എന്തോ ഒരു തണുപ്പാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? മുണ്ടോ ഇതൊക്കെ തല ലോ മറിച്ചങ്ങനെ ഇരിക്കണാണ്. AC ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പടച്ചനെ തലറക്കൽ പാടില്ല. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ തലറക്കാൻ പാടില്ല.
പെണ്ണുങ്ങൾ മുഖം മറക്കാനും പാടില്ല. അപ്പൊ അറിവില്ലാതെ ചെയ്യാണ്, അത് വലിയ ബുദ്ധിമുട്ടാണ്. സംഗതി ആകെ കൊള്ളാവും. അറിയാതെ ചെയ്യാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഇത് പോകുമ്പോഴാണ് ആ സമയത്തെങ്കിലും അത്തരം കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി പോവില്ല. എത്രയോ ആളുകൾ അതുപോലെ തന്നെ ചിലര് നല്ലോണം ഉറക്കം പോയി കയറും, പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ അങ്ങനെ നല്ലോണം വാരേണ്ട കുഴപ്പമുണ്ട്. പക്ഷെ മുടി കൊയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു മുടി നമ്മളെ കാരണത്താ പോന്നാല് ഒരു മുദ്ഭാഷണം കൊടുക്കേണ്ടി വരും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതല്ലേ നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഇഹ്റാമെന്ന് തഹല്ലുല് ആകാനാ നോക്കേണ്ടത്. അതാണ് കർമ്മങ്ങൾ വേഗം കഴിച്ചിട്ടായിരുന്നു ഒഴിവാൻ നോക്കുന്നത്, യാത്ര ഉറപ്പായ മാത്രം ചെയ്യുന്നത്. അപ്പോൾ അറിയാതെ നമ്മളെ കർമ്മങ്ങൾ എന്താവും, നഷ്ടപ്പെട്ടു. നിസ്കാരമൊക്കെ നമ്മൾ ജുമുഅക്കൊക്കെ ഇപ്പോൾ എല്ലാവരും നിസ്കാരത്തിലേക്കാരം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കണം. സുജൂദൊക്കെ ചെയ്യുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളുടെ സുജൂദും ശരിയല്ലേ കാരണം. കാരണം എന്താ, വിരലിന്റെ പള്ള ശരിക്ക് വെച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വരുന്ന ആളുകളെല്ലാവരും നിർത്തിയിട്ട് ഉസ്താദ് പറയാണ് എല്ലാവരും ഒന്ന് കുപ്പായം പൊന്തിച്ചാണ് പറഞ്ഞാൽ മിക്കവാറും ആളുകൾ പൊക്കിളിന്റെ താഴത്തേക്കാരൻ തുണി എടുത്തിക്കാൻ. ഫാൻ്റെ ഒക്കെ ആണെങ്കിൽ പറയും വേണ്ട, പറ്റ അടിയിലേക്കാണ്. ഞാൻ അതാ പോണൂന്ന് പറയും പോലെ നിൽക്കേക്കാർ. ചിലർ പറയുന്നത് കുപ്പായം കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ല. കുപ്പായം കൊണ്ട് പറഞ്ഞാൽ ശരിയാവില്ല. കുപ്പായം കൊണ്ട് പറഞ്ഞാൽ ശരിയാകണമെങ്കിൽ ഈ കുടുക്കും കൂടി ശരിക്കിടണം, നല്ലോണം പറ്റണം ബന്ധിക്കണം. അതായത് ഓ റുക്കോള് ചെയ്യുമ്പോ ഓന്റെ ഉള്ളിലേക്ക് കാണരുത്, ആരും നോക്കൂല, നോക്കിയാ കാണരുത് എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ നല്ല ടൈറ്റുള്ള ബനിയനിടണം. ഇന്നറല്ല ടൈറ്റ് വേണം ഉള്ളില്, എന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ അതിനെ തുണി എടുത്താൽ മതി. പൊക്കളുടെ താഴത്തന്നെയും കുഴപ്പമില്ല. ചിലപ്പോ ബനിയന ആദനബിന്റെ കാര്യത്തിലുള്ള കാരണം അത്രക്ക് ഓട്ടിയുണ്ടാവും, മാറ്റൂലല്ല ചില ആൾക്കാര്. മാറ്റൂല. അത് ഉള്ളിലുള്ള അല്ലേ അറിയാം. ഉള്ളിലൊന്നും ഒരിക്കലും നമ്മൾ 2 ദിവസം ഇടരുതേ. ബുദ്ധിപരമായിട്ട് നമുക്ക് പ്രശ്നം വരും. കുട്ടികളൊക്കെ നല്ല ഫ്രഷിൽ പറഞ്ഞേക്കണം. എന്താ, കുട്ടികളൊക്കെ നമ്മൾ സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞേക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ അത് പോലെ പഠനത്തെയൊക്കെ ബാധിക്കും. കുട്ടിക്ക് തോന്നി ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളുടെ അടിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു കുറവ് ഇങ്ങനെ തോന്നും. അത് അന്നത്തെ പഠനത്തെ ബാധിക്കും. എന്നുപോലെ നമുക്കൊക്കെ മൂഡ് നഷ്ടപ്പെടും വസ്ത്രം ക്ലിയറില്ലെങ്കിൽ. എല്ലാം നിൽക്കും. മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങളാണ്. വൃത്തി ഇസ്ലാം വളരെയധികം അതിന് പ്രോത്സാഹനം നൽകുന്ന. ഈ കുടുംബത്തിലൊക്കെ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എപ്പോഴും കലഹം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താ, പലപ്പോഴും ഈ വൃത്തിയുടെ പ്രശ്നമാണത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് വരുമ്പോ ഭാര്യമാരും ശ്രദ്ധിക്കൂല, ഭർത്താക്കന്മാര് തിരിച്ചും ശ്രദ്ധിക്കൂല. ഈ പിന്നെ സിഗരറ്റുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഒന്നും ശരിയല്ലല്ലോ ശരിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഒന്നെണ്ണം കഴിഞ്ഞാൽ ഒന്ന് കത്തിക്കണം, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കത്തിക്കണം. അവരൊക്കെ ഒരു വണ്ടിയിലാണ് കയറി കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നിന്ന് വാസന പോകണമെങ്കിൽ ഒരാഴ്ച ചെയ്യേണ്ടി വരും. ദിനേശ് വീടിയൊക്കെയാണ് ഈ പറയണം. അങ്ങനെ പറയും. ചില വീടിന്റെ ഒക്കെ മുന്നിൽ പോയാൽ കുറ്റിയോട് കുറ്റിയെ കാണും. അപ്പൊ അവര് സ്വന്തം ഭാര്യമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ വരണ്ടേ വെറുപ്പേ കാണും. കാരണം എന്താ, അമ്മാതിരി സ്മെല്ലായിരിക്കും. ഈ ഒരു നേരെ തിരിച്ചോ ആ പാത്രം കഴുകുമ്പോഴും അവിടെ ഉള്ള ആ ഒരു മാക്സി തന്നെ രാത്രി കിടക്കാൻ ചെന്നാലോ, ഞാൻ തമാശ അറിയല്ല. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞു എന്ന് മാത്രം. എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഞാൻ അവസാനിപ്പിക്കണം. അപ്പോ ആ ഹിക്മത്ത് എന്ന് പറഞ്ഞാല് ഫിഖ്ഹിയായ കാര്യങ്ങള്, കർമ്മശാസ്ത്രത്തില് ഇസ്ലാം പറയുന്ന കാര്യങ്ങള്, അതിനെപ്പറ്റി ഒരാളൊരു ധാരണ. വല്ലാതെ കൂടും വേണ്ട. മസല ഇങ്ങനെ വല്ലാതെ നോക്കി മുടിനാരിയ കീറി നോക്കിയാൽ ആകപ്പാടെ ടെൻഷനും വസ്വാസവും. എന്നാലോ അത്യാവശ്യ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ഇത് ശരിയാകണമല്ലോ. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. ഇന്നിപ്പോ നാളെ ഇപ്പൊ നമ്മള് നോൽമ്പൊലിക്കണം എന്നൊക്കെ കരുതി. നാളെ മുഹറം 10. അത്താഴത്തിന് എഴുന്നേറ്റില്ല, മറന്നല്ല, അറിയാതെ പെട്ടു നോക്കിയുള്ളൂ, ഉറങ്ങിപ്പെട്ടു. സുബൈക്ക് വാങ്ങൊടുത്തിട്ടാ ഉണർന്നത്. നമുക്ക് സൗകര്യം എന്തേ കാരണം അതുകൊണ്ട് ഇപ്പൊ ഞാൻ നോൽമ്പൊലിക്കണ്ടല്ലോ പറയാനൊരു കാരണമായി പെട്ടതാണ്.
അല്ല, അപ്പൊ നിയ്യത്ത് വെച്ചാൽ മതി, ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. സുന്നത്ത് നോമ്പിന്, ഫർള് നോമ്പിന്റെ ആയിരിക്കല്ല. ഫർള് നോമ്പിന് തലേന്ന് തന്നെ നിയ്യത്താക്കണം. എന്നാലോ ഇതിനെന്ത് ചെയ്താൽ മതി? നമ്മള് പിന്നെ ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ എന്താവാൻ പറ്റില്ല, എന്ത് പറയരുത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്ട് ഒഴിവാകാൻ പാടില്ല. ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. അത് മസല അറിഞ്ഞാലും പ്രശ്നമില്ല, അറിഞ്ഞാൽ വേഗണ്ട്, എളുപ്പമുണ്ട്. അപ്പോ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയാം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും ഇവിടെ അല്ലാഹു തആല പറയാണ്, ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയാണ്, അവർ ആ ദിവസം വന്നാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചില്ല, അങ്ങനത്തെവരുടെ ഈമാന് ഈ 3 ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കപ്പെടൂല, ഉപകരിക്കൂല. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ ഈമാനിനനുസരിച്ച് അവർക്ക് ഖൈറായ കാര്യങ്ങൾ ഒരു ചെയ്തില്ല, എന്നാലും ഉപകരിക്കൂല. അപ്പോ ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, എന്ത് വേണം? കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പൊ ചില ആളുകളൊക്കെ ചില പഴച്ച തരീഖത്തുകളൊക്കെ ഉണ്ട്, അവര് പറയുന്നത് എന്ത് വേണ്ട, ചില പഴച്ച തരീഖത്തുകാർ പറയുന്നത് ഈമാൻ ഉണ്ടായാൽ മതി, വിശ്വാസം ഉണ്ടായാൽ മതി, വിശ്വാസം ദൃഢമായാൽ കർമ്മങ്ങൾ വേണ്ടെന്നാണ്. എന്നിട്ട് നിസ്കാരം വരെ ഒഴിവാക്കുന്നവർ നമ്മുടെ ഈ വേങ്ങര പരിസരത്ത് വരെ ഉണ്ട്. പേരെന്താണ്? തരീഖത്താണ്. ചിന്തിച്ചു നോക്കൂ. പടുത്ത് ചില തട്ടം കൂടിയും തലയിൽ ഒന്നും ഇടാത്ത ചില പെണ്ണുങ്ങളൊക്കെ പത്രസമ്മേളനം നടത്തി, ഞങ്ങളെ ത്വരീഖത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഒരു പ്രയാസം. എന്ത് ത്വരീഖത്ത്? ഞങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്, ഒരു വിലക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ പണ്ട് കാലത്തിന്റെ കൊരൂര് ത്വരീഖത്തും ചോറ്റൂര് ത്വരീഖത്തും ഇങ്ങനെയൊക്കെ, അതൊക്കെ അതിൻ്റെയൊക്കെ ചെറിയ അംശങ്ങൾ ഇന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവേ. നമ്മൾ ഈ കിണറുമെന്നൊക്കെ ഉണ്ട്, ചില ഈ ചെടികൾ ഇങ്ങനെ പൊന്തി വരുമ്പോ എങ്ങനെ വെട്ടി ഒഴിവാക്കിയാലും പിന്നെയും കാണാൻ ഇങ്ങനെ മുളച്ചു വരും. ആളുകൾക്ക് തീരെ തലല്ല, എന്താ ചെയ്യാ, അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചാടും. നമുക്ക് ശരിക്കൊരു സൽപ്പാന്താവുണ്ട്, അതിലങ്ങനെ പോയാൽ മതി. പോക്കറ്റ് റോഡ്ക്ക് നമ്മളിങ്ങനെ സിറാത്തുൽ മുസ്തഖീം ഇതിലെയാണെന്ന് പറഞ്ഞിട്ട് വിളിക്കും, പലരും വിളിക്കും, എങ്ങോട്ടും തിരിയണ്ട. ഇനിയിപ്പോ പിടിച്ച് നമ്മളെ വാപ്പാന്റെ അപ്പ അങ്ങനെ പോയിട്ടേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിലേക്ക് എത്തുന്ന ആ പരമ്പര അതൊന്നും ശരിയല്ല. ഇനിയിപ്പോ ഇതാണ് ശരിയെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മള് വലിയ ബുദ്ധിയൊന്നും വേണ്ട, കുറഞ്ഞ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ ഈ കാര്യം നമുക്ക് ബോധ്യം വരും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ എന്തായിരുന്നാലും വേണം, ഇല്ലെങ്കിൽ ഈ 3 ഘട്ടത്തിൽ നിരാശ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുലിൻ തളിറൂ ഇന്നാ മുൻതളിറൂൻ, നബിയേ അങ്ങ് അവരോട് പറഞ്ഞോളൂ, നിങ്ങൾ കാത്തിരുന്നോളൂ, നമ്മളും കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് കാണട്ടോ. ഒരു നിലക്കും പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പിന്നുള്ള വഴി അത്രേ ഉള്ളൂ. കാത്തിരുന്ന് കാണാ, വരാൻ പോകുന്ന കാര്യമാണല്ലോ. ഇനി അടുത്ത ആയത്ത്, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ശൈഇ ഇന്നമാ അംറുഹും ഇലല്ലാഹ് ثم ينبئهم بما كانوا يفعلون. ഇന്നല്ലദീന ഒരു കൂട്ടർ, ഫറഖൂ ദീനഹും, ഇത് യഹൂദികളെ പറ്റി ആണ് ഇത് പറയുന്നത്, യഹൂദി നസ്റാക്കളെ പറ്റിയാണ്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും, അല്ലാഹു തആല പറയാണ് ഒരു കൂട്ടർ ഫറഖൂ ദീനഹും, അവരുടെ മതത്തിൽ അവർ ഭിന്നിച്ചു, സ്വന്തം മതത്തിൽ അവർ ഭിന്നിച്ചു. വകാനൂ ശിയഅ, അവർ ഒരുപാട് പാർട്ടികളായി, ഭിന്ന വിഭാഗക്കാരായി. നമ്മൾ ഷിയാക്കളെ പറ്റി പറയല്ലോ, ഷിയാത്തു അലി എന്നാണ്, അലിയുടെ പാർട്ടി എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്, ഷിയ. അതിന്റെ ബഹുവചനാണെന്ത്? ഷിയ. അതാണ് ഇവിടെ പറയുന്നത്. അതല്ല, ഇവിടെ അതുപോലൊരു വാക്ക് ഉപയോഗിച്ചു. ഇന്നല്ലദീന ഫറഖൂ ദീനഹും,
സ്വന്തം മതത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ വകാനൂ ശിയാ, അവർ ഒരുപാട് പാർട്ടികളായി. ലസ്ത മിൻഹും ഫീ ശൈ, അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പറയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിവിധ ചേരികളായി തീർന്നു, ഒരുപാട് പാർട്ടികളായിട്ട് അവർ തീർന്നു. നബിയെ, അങ്ങേക്ക് അതിൽ യാതൊരു കാര്യമില്ല, ഒരു ബന്ധവുമില്ല. ഒരൊറ്റ കാര്യമായിരുന്നു സത്യം. പക്ഷെ അവരിൽ എന്ത് ചെയ്തു? അത് ഒരുപാട് ഭിന്നിപ്പ് അവരിലുണ്ടായി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറയാണ്, നബി തങ്ങൾ പറഞ്ഞു, യഹൂദികള് 71 പാർട്ടികളായി. യഹൂദികൾ 71 പാർട്ടിയായി. അതില് ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ, ബാക്കിയൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞു. പിന്നീട് നബി തങ്ങൾ പറഞ്ഞു, നസ്വാറാക്കൾ വന്നപ്പോൾ അവർ 72 ഗ്രൂപ്പുകളായി. അതിൽ ഒന്നേ സ്വർഗത്തിലുള്ളൂ, ബാക്കിയൊക്കെ നരകത്തിലാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 73 വിഭാഗമാകും, അതിൽ ഒന്നേ സ്വർഗത്തിലുള്ളൂ. യഹൂദികളെ 71, നസ്വാറാക്കളെ 72, നമ്മളിൽ 73 വരുന്നു. പക്ഷെ അവരിൽ പറഞ്ഞ ആ 71 72 എന്ന് പറഞ്ഞത് തൗറാത്തും ഇഞ്ചീലും ഭേദഗതി ചെയ്യുന്നതിന്റെ മുമ്പാണ്. ഇപ്പത്തെ അവസ്ഥ എന്താ? ഒന്നും ശരിയല്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോ ഭേദഗതി ചെയ്യുന്നതിന്റെ മുമ്പാണ് സത്യം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നിങ്ങനെ ഭിന്നിച്ച് പോയി. ഇന്നിപ്പോ ഒരുപാട് വിഭാഗങ്ങളായി. ഇപ്പൊ നമ്മള് കേരളത്തില് നമ്മളിലുണ്ട്, ഇപ്പൊ നമ്മള് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ക്രിസ്ത്യാനികളെ നോക്കുകയാണെങ്കിൽ കുറെ കത്തോലിക്കക്കാരേക്കാരം, കുറെ ഓർത്തഡോക്സുകാരേക്കാരം, യാക്കോബായ, മാർത്തോമ, അങ്ങനെ കുറെ സഭകളുണ്ട്, ഒരുപാടുണ്ട്. അവരൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. ചർച്ചുകളിലെ ഓരോ ആരാധനകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് പൊതുവെ എല്ലാറ്റിലും ഉണ്ടാവും. നമ്മളെ ചില ആൾക്കാർ പറയും നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ജീവൻ ഉണ്ടാവുമ്പോൾ പിന്നെ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ ഭിന്നിക്കാൻ പാടില്ല എന്നാണ്. അഭിപ്രായ വ്യത്യാസം പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ചിലത് എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാലും ആളുകള് വാശിക്ക് നിൽക്കും. ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നല്ല ആദ്യം ഒരു കാര്യം പറയുമ്പോൾ പിന്നെ ആ സത്യം ബോധ്യപ്പെട്ട തിരുത്തണ്ടേ, ആ തിരുത്ത അവിടെ ഒരു ഈഗോ വരികയാണ്. അപ്പൊ തിരുത്തൂല. ചിലര് തിരുത്തും. അങ്ങനെ തിരുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് പണ്ടേ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ പിഞ്ഞാണത്തിൽ എഴുതുക എന്ന് പറയുന്നത്. അത് നമുക്ക് തോന്നും അതൊരു അന്ധവിശ്വാസമാണോ. അന്ധവിശ്വാസം എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് ഇപ്പം അങ്ങനെ പറയാലോ, എല്ലാം അന്ധവിശ്വാസം. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു സുന്നത്താണ്. പാത്രത്തിൽ എഴുതി കുടിക്കാറിനാല് അത് സാധാ ഭാഷയല്ലല്ല എഴുതുക. ഗൾഫില് ഒരു ലഘുലേഖയില് വിദേശത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാര് നേരത്തെ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കാവുന്ന എഴുതി. അപ്പൊ ഇവിടെ അത് വിവാദമായി. ഇവിടെ അതിരൂക്ഷമായി അതിനെതിരെ ഇവര് ഓരോ പേന ചലിപ്പിച്ചു. അവസാനം പ്രബോധനത്തിലേക്ക് തന്നെ ചോദ്യം വന്നു. ഇവിടെ നമ്മൾ എതിർക്കുന്നത് വിദേശത്തെ നമുക്ക് അനുവദനീയാണ്, സുന്നത്താണ്. എന്തു പറയുന്നു? ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ഔദ്യോഗികമായിട്ട് മറുപടി കൊടുത്തത് പൂർവ്വസൂരികളിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് പിഞ്ഞനത്തിൽ എഴുതി കുടിക്കല് കുഴപ്പമില്ല. പണ്ടക്കാരില്ലേനോ വലിയ ചികിത്സ. ചില നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ എന്താണ് പ്രസവത്തിന് ആശുപത്രിക്ക് പോയല്ലേ, ഇപ്പൊ പിഞ്ഞാണ് എഴുതണ്ടേന്ന്. തിരിച്ചു ചോദിക്കാലോ, പിഞ്ഞാണ് എഴുതി അന്ന് പറ്റിട്ടില്ലേ ചോദിക്കാലോ. അതുകൊണ്ടൊന്നും വലിയ മുടക്കം വന്നീനോ? ഇല്ല. അത് വേറെ വിഷയം. അപ്പൊ നമ്മൾ ചെയ്യാതിരിക്കലും എതിർക്കലും വ്യത്യാസമുണ്ട്. ഒരാൾ നിസ്കരിച്ചില്ല, നല്ല കുറ്റുണ്ടാവും. നിസ്കാരം നിർബന്ധമില്ല പറഞ്ഞാലോ അപ്പം ഭാഗത്തുനിന്ന് പുറത്തുപോയി. ഒരാൾ കള്ളുടിച്ചു, ഒരതിനുള്ള കുറ്റുണ്ടാവും. എനിക്കിതൊക്കെ അനുവദനീയാണ് എന്ന് പറഞ്ഞാലോ മതത്തിൽ തന്നെ പുറത്തു.
നമ്മളെല്ലാവരും ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുടിക്കണില്ലെങ്കിലും അങ്ങനെ ഒന്ന് ദീനില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവ ചിലര് തിരുത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ചിലരിലൊക്കെ ഒരുപാട് വിഭാഗങ്ങൾ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ. എന്നാൽ പരമാവധി ഭിന്നിപ്പ് ഒഴിവാകണം. അത് ശത്രുക്കൾക്ക് ചിരിക്കാനൊരു കാരണം. ചില ഭിന്നിപ്പുകൾ വഷളത്തരുവാണ്. അങ്ങനെ ഉണ്ടല്ലോ. ചെറിയൊരു അശ്രദ്ധ കാരണം അവൻ ചിലപ്പോൾ വലിയ ഭിന്നിപ്പ് വരാം. അത് മറ്റുള്ള ജനങ്ങളും അറിയുന്ന രൂപത്തിൽ, മതസ്ഥരും അറിയുന്ന രൂപത്തിലായാൽ, ഇപ്പൊ നോമ്പ് പെരുന്നാളൊക്കെ അതൊക്കെ ദിവസങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പുകൾക്കനുസരിച്ച് മാറിയാൽ വഷളത്തരാണ്. അത് നമ്മൾ ഇജ്ജത്ത് പോകും. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ഇടയിൽ എനിക്കതിന്റെ ഗുഡൻസ് ഒന്നും അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. എന്നാൽ എല്ലായിടത്തും ഏകീകരണം ഉണ്ടാക്കാൻ കഴിയൂല. നോമ്പ് പെരുന്നാളൊക്കെ മക്കത്ത് ഉറപ്പിക്കുമ്പോ ഇവിടെ ഉറപ്പിക്കുക, അങ്ങനെ ആക്കണം എന്നൊക്കെ പറയേണ്ടവരുണ്ട്. അത് ഭൂമി ഉരുണ്ടതായതുകൊണ്ട് നടക്കൂല. എന്നാൽ ഇവിടെ അല്ലാഹു തആല പറയാണ്, ഇന്നല്ലദീന ഫറഖൂ ദീനഹും, സ്വന്തം മതത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ, വകാനൂ ശിയആ, അവർ ഒരുപാട് ഗ്രൂപ്പ് ചേരികളായി, ലസ്ത മിൻഹും ഫീ ശൈ, അതിലൊരു കാര്യമില്ല നബിയെ. അതായത് അതൊക്കെ എന്തെങ്കിലും അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണ്ട. കാരണം അവർ പറഞ്ഞാൽ നന്നാവില്ല. കാരണം അവർക്ക് ഒരുപാട് രേഖകളും കാര്യങ്ങളും കൊടുത്തതാണ് മനസ്സിലാക്കാൻ വേണ്ടി, ഒരുപാട് തെളിവുകൾ. അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യണ്ട, വിഷയാക്കണ്ട. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യം അല്ലാഹുവിലേക്കാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി അല്ലാഹു അവർക്ക് വിവരം നൽകുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി അല്ലാഹു അവർക്ക് അറിയിപ്പ് നൽകും, വിവരം നൽകുന്നതാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? ആര് ഏതൊക്കെ രൂപത്തിൽ ജീവിച്ചാലും, എത്ര വിലങ്ങടിച്ച് ജീവിച്ചാലും അതിനെപ്പറ്റി പഠിച്ചം ബോധ്യപ്പെടുത്തും. നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കടമയാണ്, അത് പറഞ്ഞു കൊടുക്കാം. ബാക്കി അല്ലാഹു. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, അല്ലാഹു പറയുന്നു, മൻ ജാഅ ബിൽ ഹസന, ഒരാൾ ഒരു നന്മയുമായി വന്നാൽ, ഫലഹു അശ്റ, അതായത് ഒരാൾ നന്മ ചെയ്താൽ, ഫലഹു അശ്റു അംസാലിഹാ, അവനിക്ക് അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇത് കേട് കഴിച്ച് കിട്ടുന്ന കേട്ടോ. ഏത് ഒരു അമല് നമ്മൾ ചെയ്താലും അതിന്റെ 10 ഇരട്ടി കൂലി ഉറപ്പാണ്. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, എന്നാൽ ഒരാൾ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയുടെ പ്രതിഫലം മാത്രമേ അവനിക്കുള്ളൂ. വഹും ലാ യുളമൂൻ, അവർ ഒരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല. ഇത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരായത്താണ്. അതായത് ഒരാള് ഒരു നന്മ ചെയ്താല് അല്ലാഹു അവനിക്ക് 10 ഇരട്ടി കൂലി കൊടുക്കും. ഒരു നന്മക്ക് 10 ഇരട്ടി, അത് ചുരുങ്ങിയത് കൊടുക്കുന്നതാണ്. ഇനി പഠിച്ചവന്റെ ഹിതം പോലെയാണ്. ഇപ്പോ അൽ-ബഖറ സൂറത്തിൽ പറയുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്താല്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാല് അതിനെപ്പറ്റി പറയുന്നത് എങ്ങനെ? കമസലി ഹബ്ബത്തിൻ, അത് ഒരു ധാന്യം പോലെയാണ്. അംബതത് സബ്അ സനാബിൽ, അത് 7 കതിരുകളെ മുളപ്പിച്ചു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങൾ. അപ്പൊ 700 ഇരട്ടി എന്നാ പറയുന്നത്. ഇങ്ങോട്ട് ആയത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് വീണ്ടും ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതാണ് 7000ന്റെ കണക്ക് പറയുന്നത്. ഈ നമ്മളെ പൂർവികരായ ആളുകളൊക്കെ ഈ ദർസിന് വേണ്ടി കണ്ടമാനം സ്വത്ത് നീക്കിച്ചല്ലോ. അതിന്റെ ഒരു കാരണം എന്താ? അത് ഇൽമു പഠിക്കുന്നവരെ സഹായിച്ചാല് 7000 ഇരട്ടി കൂലി ഉണ്ടെന്നൊരു ഹദീസ്. 7000 ഇരട്ടി. അപ്പൊ നമ്മളൊക്കെ ദർസ് പഠിക്കുന്ന കാലത്ത് പള്ളിയിലാവുമ്പോ പണ്ടത്തെ സിസ്റ്റമല്ല, ദർസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ക്യാൻറ്റീനൊക്കെ വന്നു സൗകര്യത്തിന്. എന്നാലും പല സ്ഥലങ്ങൾ, ഇപ്പൊ ആലത്തൂർപടി, അതുപോലെ തന്നെ നമ്മളെ കൊണ്ടോട്ടി, കോടങ്ങാട്,
അവിടെയൊക്കെ നമ്മളെ വലിയ ദർശകളാണ്, 200-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. രണ്ടും നമുക്ക് ബന്ധമുള്ള. അവിടെയൊക്കെ നാട്ടിലെ നിർബന്ധമാണ് വീട്ടിൽ ഭക്ഷണം വേണം. ആലോചിച്ചോ നിങ്ങൾ, ചില മഹലിലൊക്കെ ദർശ് വേണ്ടി വരും, ആനപ്പുറത്ത് കയറും വേണം, ആനപ്പുറത്ത് കയറും വേണം, എന്നാലും കാണരുത് എന്ന് പറഞ്ഞമാർക്ക് കുട്ടികൾ വേണം എന്ന് പറയും. ചിലവർക്ക് ആരും തയ്യാറാവില്ല, ചിലവർക്ക് ആരും തയ്യാറാവില്ല. അങ്ങനെയാണ് ഈ പറയപ്പെട്ട രണ്ട് സ്ഥലത്തും എന്തോ ഒരു താല്പര്യ ആൾക്കാർക്ക് അറിയങ്ങൾ. ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികളൊക്കെ എല്ലാ ദിവസവും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മുതാലിമീങ്ങൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കല്യാണത്തിനോ സൽക്കാരത്തിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. ഓരേന് തയ്യാറാണ്, ഓരോ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ആണുങ്ങൾ കൊണ്ടുണ്ട്. വർത്തനം വരണ്ട പറഞ്ഞാല് അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ കാരണം എന്നറിയോ? 7000 ഇരട്ടിയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം, നമ്മളൊക്കെ ഭക്ഷണത്തിന് പോകുമ്പോ ഞങ്ങള് 2-3 കുട്ടികൾ ഒപ്പം പോകാം. ഞങ്ങളിങ്ങനെ അടുത്തടുത്ത വീട്ടിലാണ്. അപ്പൊ എനിക്ക് ഭക്ഷണമുള്ള വീട്ടിന്റെ അടുത്തുള്ള പിന്നെ വീട്ടിലെ കുട്ടികൾ എനിക്കെന്നും ഓട്ടടേ കാരണം പറയും. ഭയങ്കര തമാശകളൊക്കെ എന്നും. അങ്ങനെ ദർശനൊക്കെ കുട്ടികൾ ഇങ്ങനെ ഷെയർ ചെയ്തു, എനിക്കിന്ന് എന്തെങ്കിലും ചെറിയ കുട്ടികളാകുമ്പോ അപ്പൊ ഈ കുട്ടി ഞങ്ങളോട് പറയും എനിക്ക് ഇതാണ് അറിയാം. പിന്നെ ഓന അങ്ങനെ അറിയും കുട്ടികള്. ഞാൻ പറയണ്ടെന്ന് വെച്ചാല്, അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പുട്ടിന്റെ കഷ്ണം ആ ഉമ്മാരും ഉപ്പാരും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 7000 ഇരട്ടിയാണ് ഒരു കിട്ടുന്നത്. അല്ല, യമനിൽ അതേ സിസ്റ്റമാണ് നമ്മളെവിടെ. യമനിൽ അങ്ങനെ കണ്ടമാനം വഖഫ് സ്വത്തുക്കൾ. നമ്മളെവിടെയും അങ്ങനെ. യമനിൽ നിന്നുള്ള ഇസ്ലാം കിട്ടുമല്ല, മദീനത്തുനിന്ന് യമന് പോയിട്ട് യമനിൽ കിട്ടും. ആ ഒരു സിസ്റ്റത്തിന്റെ ബർക്കത്ത് അത് വേറൊന്നും തന്നെ. ഒരു ഗുരുമുഖത്ത് അതിങ്ങനെ മദീന പള്ളിയിൽ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപ്പ് ഇരിപ്പ് എല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കാം. ദർസ് സിസ്റ്റം അങ്ങനെയാണ്. അതിനെന്ത് വേണം? എല്ലാം യോജിക്കണം. നല്ല ഗുരുനാഥനാകണം, പറ്റിയ ഗുരുനാഥൻ. ഇന്ന് പലപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. മുദരിസന്മാരൊക്കെ ഉണ്ടാവും, ഓൽക്ക് ഹജ്ജ് ഗ്രൂപ്പ് ഉംറ ഗ്രൂപ്പ് ഉണ്ടാവും, ഓലങ്ങനെ പറക്കും. കുട്ടികൾ ഇവിടെ അങ്ങനെ പറക്കും. അത് തുമ്പില്ല. ഒക്കെ പോകേണ്ട ഒരു മോശമാണെന്നല്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ പറയരുത്. ആറ്റ റെക്കോർഡ് ചെയ്ത് വിടരുത്, നമുക്ക് ശത്രുക്കൾ കൂടും. പണ്ടാറം തന്നെയാണ്. ഓരോന്ന് ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് അള്ളാഹ് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പോ അതൊക്കെ എന്താ അറിയോ, നമ്മൾ ചെയ്യുന്ന വിഷയത്തിനനുസരിച്ചാണ് അള്ളാഹു താല ഇരട്ടി. നല്ല ആവശ്യമുള്ള സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് വലിയ കൂലി. നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരിമാർക്ക് അവിടെ ഇരിക്കാൻ അറേഞ്ച്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു അത്യാവശ്യ കാര്യമായിരുന്നു. എല്ലാവരും ചെയ്തു. അതിനൊക്കെ ഭയങ്കര കൂലിയായിരിക്കും, ഭയങ്കര കൂലിയാണ്. ഇനി വരേണ്ടവർക്ക് വിരിച്ചു കൊടുത്ത് കിടക്കാന്നായിരിക്കാം അല്ലെ? നമ്മളൊക്കെ ശേഷം നടത്തുന്നവർക്ക് സൗകര്യമാണ്. എന്നാൽ ഇത് തുടക്കത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് കൂലി കൂടുതലുണ്ടാവും. അപ്പൊ ഇവിടെ ഏതൊരു അമല് നമ്മൾ ചെയ്താലും 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഖുർആന്റെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ഒരു അക്ഷരത്തിന് 10 ഹസനത്താ. എന്നാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, മുത്തുനബിയിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഒരാള് നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോ ഫാത്തിഹ എന്തായിരുന്നാലും ഓതണം, സൂറത്ത് ഓതും, നിർബന്ധമില്ലെങ്കിലും എന്തായിരുന്നാലും ഫാത്തിഹ മാത്രം എടുത്തോളൂ, ഒരക്ഷരത്തിന് 100 ഹസനത്താ. നിന്ന് നിസ്കരിക്കുന്നവന്, ഇരുന്ന് നിസ്കരിക്കുന്നവന് ഒരക്ഷരത്തിന് 50 ഹസനത്താ. ഒന്നോടുകൂടെ നിസ്കാരത്തിലല്ലാതെ ഓതുന്നവന് ആ ഹദീസിൽ പറയുന്നത് ഒരക്ഷരത്തിന് 25 ഹസനത്ത്. എന്നാ പിന്നെ ഫലഹു പിന്നെ ഹസനത്തുൻ വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ ഓതുന്നതിനെ പറ്റി. അത് ഒന്നുമില്ലാതെ ഓതേണ്ടതാണ്. അതാണ് ചുരുങ്ങിയ രീതി. ഒരാൾക്ക് ഒന്നുമില്ല, ഓൻ ഖുർആൻ തൊടാതെ ഓതുകയാണ്, കാണാതെ ഓതുകയാണ്, അങ്ങനെ കുഴപ്പമില്ലല്ലോ. ചെറിയ അശുദ്ധിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ലാതെ ഓതുകയാണ്. ഒന്നുമില്ലാതെ ഓതിയാൽ തന്നെ 10, ഒന്നോടുകൂടെ 25. നിസ്കാരത്തിൽ നിന്നാണെങ്കിൽ 100, ഇരുന്നാണെങ്കിൽ 50. അപ്പൊ അവിടെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ ഇരുന്നത് അയാളെ കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ടാ ചുരുങ്ങാൻ കാരണം? നിൽക്കാൻ കഴിയാത്തവനല്ലേ ഇരിക്കുന്നത്, നിൽക്കാൻ കഴിയാത്ത ആളായി ഇരിക്കുന്നത്. അപ്പൊ ഈ ഇരിക്കുമ്പോ നേർ പകുതിയായിട്ട് വന്നത് ആളെ കുഴപ്പമില്ലല്ലോ, എന്തുകൊണ്ടാണ് അവിടെ കുറഞ്ഞത്? അതാണ് എന്ത് പറഞ്ഞത്?
എന്നാ പറഞ്ഞത്. നിഅമതാനി മഗ്ബൂനും ഫീഹിമ, മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. കസീറും മിനന്നാസ് അശ്ശിഹതു. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അതിലധികം ആളുകളും വഞ്ചിതരാണ്. അപ്പൊ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അള്ളാന്റെ വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമുക്കൊരു ടെൻഷൻ വേണ്ടട്ടോ. ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് വേറെ നിനക്ക് കൂലി കൂടും. ഏതുപോലെ ഒരാൾക്ക് ഖുർആൻ ഓതാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്നാലും ഈ എടങ്ങേറായി ഓതുമ്പോ നബിതങ്ങൾ പറഞ്ഞു അവന് ഖുർആൻ ഓതിയ കൂലിയുണ്ട്, ആ പ്രയാസത്തിന് വേറെ കൂലിയുണ്ട്. നമ്മൾ കുറെ ആളുകൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മഴ കാരണം. മോട്ടോർ സൈക്കിളുമ്പോൾ ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ എന്ത് ഒരാൾക്ക് തന്നെ കസാല ഇടയ്ക്ക് ഒഴിവുള്ളതാണ്. നമ്മളെ ഇറങ്ങുമ്പോ തന്നെ മഴ ആവുമ്പോ അങ്ങനെയാണ്. എന്നാ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് കോട്ടക്കെട്ടിട്ട് 1.5 വരവ് വന്നു. ആ വരവിന് കുറച്ച് ഇടങ്ങാറായി വന്നാണല്ലോ, അതിനുള്ള കൂലി ഉണ്ടാവും. ഇടങ്ങാറാവുമ്പോ ഏത് കാര്യത്തിനും അങ്ങനെയാണ്, കൂലി കൂടുതലുണ്ടാവും. ഈ ഹജ്ജിനൊക്കെ പോയാൽ ഭക്ഷണത്തിന്റെ വിഷയത്തിലൊക്കെ അവിടെ തർക്കം വന്ന അമീറുമാർ ഇതാണ് പറയും, ത്യാഗത്തിന് കൂലി ഉണ്ട് കേട്ടോ. തൽക്കാലം ഒരു അമർച്ച ഉണ്ടാവും. അത് ശരിയല്ല, എല്ലായിടത്തും വേണം ആ ത്യാഗം. ആണ് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ആൾക്കാർ വല്ലാതെ നഞ്ഞിപ്പോ കേരളീയ ഭക്ഷണം തന്നെ തർക്കിക്കണ്ടെന്ന് തീരുമാനിക്കും. അപ്പൊ ഐഡിയ പൂർവ്വം തുടങ്ങും. അങ്ങനല്ല, ത്യാഗം വേണം. ത്യാഗത്തിനനുസരിച്ച് ഏത് കാര്യത്തിനും നമുക്ക് എന്തുണ്ടാവും, കൂലി കൊടുക്കും. അപ്പൊ അല്ലാഹു പറയാണ്, ഒരാളൊരു ഹസനത്ത് ചെയ്താൽ അവനിക്ക് അതിന്റെ 10 ഇരട്ടിയുണ്ട്. എന്നാൽ അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാ. ഇതേ അള്ളാഹു മനുഷ്യന്മാരെ പറ്റി പറയാം, ഒരാളൊരു തെറ്റ് ചെയ്താലോ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ഓന് ആ ഒരു തെറ്റിന് ഒറ്റ തെറ്റിനുള്ള പ്രതിഫലേ ഉള്ളൂ. 10 ഇരട്ടിയില്ല. അപ്പൊ ഒരു വട്ടം കള്ളുടിച്ചാല് ഒരു വട്ടം കള്ളുടിച്ച കുറ്റം തന്നെ ഉള്ളൂ. പക്ഷെ അത് കുറച്ച് ഗൗരവേ കരട്ടോ. കൂലി പോലെ തന്നെ ഇപ്പൊ സ്വർഗത്തിലെ ഏറ്റവും ലളിതമായ കൂലി എത്ര ഓന് തോന്നുക? സ്വർഗത്തില് ഏറ്റവും താന്ന പദവി കിട്ടുന്ന ഒരാള് ആരേക്കാരം, ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ സൗദിയോ യമനിയോ ആരേക്കാരം, അള്ളാഹുവാലോ ഒരാളൊന്നും ആവൂല. അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് നിബിധങ്ങൾ പറഞ്ഞത്, അതായത് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്നവർക്ക് തോന്നുക ഓൽക്ക് എത്ര അറിയോ? ദുന്യാവിന്റെ 10 ഇരട്ടി. ദുന്യാവിന്റെ 10 ഇരട്ടി. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമുക്ക് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി നമ്മളെ മുകേഷ് അംബാനിക്കുള്ള അത്ര കിട്ടിയാൽ മതിയെന്ന് തോന്നിയാൽ. എത്ര അംബാനി, എന്താ ദാനി. ദുന്യാവിനെ പറ്റിയാണ് തങ്ങൾ പറഞ്ഞത്. ഈ ദുന്യാവിന്റെ 10 ഇരട്ടി കൂട്ടണം, അത്ര ഉണ്ടാവും. അപ്പൊ പിന്നെ വലിയ കിട്ടുന്ന എത്രയും തള്ളി പോകും. ഇതേപോലെ നേരെ തിരിച്ചിന്തിക്കണം. ശിക്ഷ അവിടെ എത്ര ലളിതമാണെങ്കിലും, ഇപ്പോ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു തീക്കനൽമ കയറ്റിർത്തുന്നതാണ്. അതിന്റെ മൂർധ ഇങ്ങനെ തിളക്കുന്ന വിധങ്ങൾ പറഞ്ഞാൽ അതിന്റെ ചൂടുണ്ട്. അപ്പൊ വലിയ ശിക്ഷ ആലോചിച്ച് നോക്കി, താങ്ങാൻ കഴിയോ? എന്നാ ഒരു തെറ്റിന്റെ ശിക്ഷയുള്ളൂ. അതന്നെ അള്ളാഹു താല മഹലായ ഫള് കൊണ്ട് അടിസ്ഥാന ഈമാൻ ഉണ്ടെങ്കിൽ കുറെ ആളുകൾക്ക് പുറത്തു കൊടുക്കാം. ഇപ്പൊ നോക്കി, നാളത്തെ നോമ്പ്, ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് നാളത്തെ നോമ്പ്. ഒഴിവാക്കരുത്, ഒഴിവാക്കരുത്. ഈ ആശൂറ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നോമ്പാണ്. അറഫ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്തുള്ള സുന്നത്ത് നോമ്പാണ് ഏത്? ആശൂറ. ആശൂറ മുഹറമത്തിന്റെ നോമ്പ്. അതല്ല നമ്മളെ കാദിമാരെ ഉറപ്പിച്ചനുസരിച്ച് ഇതൊന്നും നമ്മൾ കുറ്റക്കാരല്ല, അതിമെല്ലാം കൂടണ്ട. അല്ല, അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. കാദിമാരെങ്ങനെ ഉറപ്പിച്ചത്? വല്ലതുണ്ടെങ്കിൽ കാദിമാരേറ്റോ. ഞാനും നിങ്ങളിൽ വേദന ഉണ്ടാവും. ഇല്ലല്ല, നമുക്ക് കാദിമാരെങ്ങനെ, നമുക്ക് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. കാദിമാരെങ്ങനെ ഉറപ്പിച്ചത് അങ്ങനെ ചെയ്യാനേ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ ഈ വിഷയത്തിൽ. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോ ബാലചന്ദ്രൻ ആകാശത്തുണ്ടാവും, അന്തരീക്ഷം മേഘാവൃതായ നമ്മളോട് പറഞ്ഞെന്താ? സൂമൂലി റുയത്തി വഅഫ്തിറൂരി റുയത്തി. കണ്ടാൽ കണക്കല്ല നോക്കേണ്ടതാണ്. കണ്ട നിങ്ങള് തുറന്നോളൂ, കണ്ട നോമ്പ് തുടങ്ങിക്കോളൂ, കണ്ട പെരുന്നാള് ഇതാണ്. അത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. അത് നമ്മൾ ഈ ആശൂറ വളരെ പ്രധാനപ്പെട്ട നാളത്തെ ഒരു ദിവസം തന്നെ ഞാൻ സാന്ദർഭികമായിട്ട് പറയണം. ഇന്നത്തെ രാവും പ്രധാനമാണ്. നമ്മൾ അടിച്ചു മാറി. എന്താ കാരണം എന്നറിയോ? തിങ്കളാഴ്ച രാവും ആശൂറാവിന്റെ രാവുമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ്
കിട്ടിയാൽ മതി നമുക്ക് ശരിക്കും. നോക്കി, ഞാൻ 2 മിനിറ്റ് എന്നല്ല, ഒരു 2 മിനിറ്റ് ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട്, ഇന്ന് മഗ്‌രിബിന്റെ ശേഷം ശ്രദ്ധിക്കേണ്ട ഞാൻ പറയുന്നത്, മനസ്സ് പൊട്ടിയതുമായിരിക്കും. നമ്മളെ സ്വന്തം കാര്യത്തിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും. നമുക്ക് അഭിമാനകരമായൊരു ജീവിതം മനസ്സിനലട്ടുന്ന ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഉറപ്പായിട്ട് ഉത്തരം കിട്ടും. കാരണം ഇന്നത്തെ രാവ് വളരെ പ്രധാനമാണ്. തിങ്കളാഴ്ച രാവും ആശൂറായിന്റെ രാവും. ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞ രാവല്ലേ, വലയാലിൻ നസ്ർ. മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് പ്രവാചകന്മാര് അള്ളാഹ് രക്ഷ കൊടുത്തതാണ്. നന്മ ചെയ്യാൻ നല്ല പറ്റിയ ചില അവസരങ്ങളുണ്ട്, അയിപ്പെട്ടാണ്. അപ്പൊ നോക്കൂ, സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹം നിരന്തരം ദ്വാരുന്ന 2 ദ്വായുണ്ട്. ഒന്ന്, റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഖുർആൻ പറഞ്ഞു. മറ്റൊന്ന്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ദോഷം പുറത്തു തരണേന്ന് പറഞ്ഞു. ഒന്ന് ഹദീസിലും ഉണ്ട്, ഒന്ന് ഖുർആനിലും ഉണ്ട്. ഇത് ഫൈനലാക്കി കൊടുത്തെന്ന തീരുമാനമാക്കിയത് മുഹറം 10-നാണ്, ആശൂറാ ദിനത്തിലാണ്. അത് നമുക്കൊരു പ്രതീക്ഷയുള്ള നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന. ഇന്ന് നമ്മൾ നല്ലോണം പറയണം. ഇന്ന് നമുക്ക് നോമ്പിടും, നാളത്തെ നോമ്പ് കൂടിയാണ് നോൽക്കുക. നാളത്തെ നോമ്പോട് കൂടെ തന്നെ ഒരു കൊല്ലത്തെ ദോഷം. റജബ് 10-ന് അല്ലാഹു തആല ആകാശത്തിന്റെ കവാടം തുറന്നു. ഒരു റജബ് 10-ന് മഴ പെയ്യാൻ തുടങ്ങി. ഈ ഡാമിന്റെ ഒക്കെ ഷട്ടർ പൊന്തിക്കുമ്പോൾ നന്നായിട്ട് എന്നതുപോലെ അല്ല, ലോകത്തൊന്നായിട്ട് ഏറ്റവും വലിയ പ്രളയത്തിന് കാരണമായ നൂഹ് നബിയുടെ കാലത്ത് റജബ് 10 മുതൽ മുഹറം 10 വരെ അത് അങ്ങനെ തന്നെ നിന്നു. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചപ്പോ അന്ന് പത്രങ്ങളൊക്കെ എഴുതിയത് അതിന്റെ തീനാളം സൂര്യനോളെത്തിയെന്നാണ്. അത് സൂര്യന്റെ അടുത്തേക്ക് എത്തിയിട്ടല്ല, പക്ഷെ പിടുത്തം വിട്ട് സംഭവിച്ചു എന്നുള്ള അറിയിക്കാനാണ്. എന്നതുപോലെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അസറിന്റെ സമയത്ത് സൂര്യൻ എവിടെ നിൽക്കല്, അവിടെ വരെ വെള്ളം എത്തിയതുപോലെ ആൾക്കാർക്ക് തോന്നിയെന്നാണ്. അത്ര വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് ആ വെള്ളം 6 മാസത്തിന്റെ ശേഷം അള്ളാന്റെ കൽപ്പന പ്രകാരം മുഹറം 10-ന്റെ അന്നാണ് ഇങ്ങനെ താന്നത്. നമുക്ക് ആശ്വാസമല്ലേ? അങ്ങനത്തെ ഒരു ദിവസമാണ് നാളെ പടച്ചവന്റെ വലിയ നിഅമത്ത് മോമിനീങ്ങൾക്ക് ലഭിച്ച ധിക്കാരികളെ പാഠം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. രോഗാണെന്ന് നമ്മളെ ഭയങ്കര ടെൻഷൻ. എപ്പോഴാണ് വലിയ രോഗത്തിന് നമ്മൾ വഴിമാറാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 2-3 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ഖുർആൻ ക്ലാസ്സിന് ചെന്നപ്പോ ക്ലാസ് കഴിഞ്ഞേക്കെന്നെ ഉത്തരവാദപ്പെട്ട എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്ന് വേഗം പോകട്ടോ. ഞാൻ ചോദിച്ചു, എന്തേ? നിപ്പ വൈറസ് ബാധിച്ചൊരു മരണം സംഭവിച്ചിരിക്കണ്, ഈ ഏരിയ പടക്കുന്നത്. എല്ലാവർക്കും ഒരു ബേജാറ്. അവിടെ ഉണ്ടായിരുന്ന സ്ഥിരമായിട്ട് ഫുൾ ഇരിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടാവും. ഉസ്താദ് അടിയിൽ പോയത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇനി കുറച്ചു നേരം വൈകാൻ മൂപ്പർക്ക് പ്രയാസം വരുന്നുള്ളതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം കൊറോണ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, അതിലേറെ മാരകമാണ് അത്ര ഇത്. നമ്മൾ കാണുന്നതാണ് മരണം സംഭവിക്കുന്നത്. ഇപ്പൊ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഒരു ആശുപത്രി പോയത്, പിന്നെ മലപ്പുറത്ത് ആശുപത്രി വന്നത്, പിന്നെ കോട്ടക്ക പോയത്, പിന്നെ കോഴിക്കോട്ട് പോയത്. അതിലൊക്കെ അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടണമെന്നാണ്. ഒരു സൂമ്പിയും വേണ്ടി വരില്ല, ഒരു മണ്ണാങ്കട്ടിയും വേണ്ടി വരില്ല. പടച്ചനൊരു പരീക്ഷണം തന്നാല് സർവ്വ ആട്ടും ചാട്ടും നിൽക്കും മനുഷ്യന്റെ. അപ്പൊ ഈ രോഗം നമുക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കും. പക്ഷേ ഒരു മൂമിനായ മനുഷ്യന് ടെൻഷൻ ഉണ്ടാകരുത്. രോഗം വന്നാൽ എങ്ങനെ പഠിച്ചത്, ഞാൻ നല്ലതിലേക്ക് ജീവിച്ചിട്ട് എനിക്ക് പരീക്ഷ എന്ന് കരുതരുത്. കാരണം അയ്യൂബ് നബിക്കാണ് ഏറ്റവും വലിയ രോഗം കൊടുത്തുള്ള പ്രവാചകന്മാരുടെ. നോക്കൂ, അയ്യൂബ് നബി അലൈഹിസ്സലാം സഹിച്ച ത്യാഗം എത്രയാണ്. എന്നിട്ടോ നല്ലോണം ക്ഷമിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ അമ്മമാരോട് ഞാൻ പറയാണ്, എനിക്കറിയാം ഒരു ഫാമിലി, അതില് ഒരു പുരുഷന് ക്യാൻസർ ബാധിച്ചു. അതിലെന്ത് ചെയ്തു, അയാളെ ഭാര്യ വേറെ ആളെ കൂടെ വിളിച്ചോളൂ. ക്യാൻസർ ബാധിച്ച തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കേണ്ട, സഹായം വേണ്ട ഒരു ടൈമാണ്. ആ സമയത്ത് ഇനി ഇയാളെ കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പെണ്ണൊളിച്ചോടിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം എത്ര പ്രയാസപ്പെട്ടു. എന്റെ ഉമ്മാരോട് ഞാൻ പറയാണ്, നിങ്ങൾ റോൾ മോഡലാക്കേണ്ട ഒരു പെണ്ണാണ് ആര്? റഹ്മത്ത് ബി റളിയല്ലാഹു അൻഹ.
അത്ര കൊല്ലം പ്രയാസപ്പെട്ടിട്ടും നാട്ടാരും അയൽവാസികളൊക്കെ ഒഴിവാക്കിയിട്ടും സ്വത്ത് പോയി, എല്ലാ സ്വത്തും പോയി. 7 മക്കൾ മരിച്ചു. ആലോചിച്ച് നോക്കൂ, ഒരാൾക്കിപ്പോ സ്വത്തൊക്കെ നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആശ്വാസമാണ്. സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു, മക്കളും ഇല്ല, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ പിടിച്ചേക്ക, ഒന്നുമില്ല. എന്നിട്ടും റഹ്മത്ത് ബീവി ഉറച്ചു നിന്നു. ഒരിക്കൽ റഹ്മത്ത് ബീവി ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് അള്ളാഹുവോട് ഇതുവായിരുന്നു ഇവിടെ ഇതൊന്നും മാറാൻ. അപ്പോ അയ്യൂബ് നബി പറഞ്ഞെന്തറിയോ, അള്ളാന്റെ ഖളാഅല്ല, എനിക്ക് അള്ള തൃപ്തിപ്പെട്ടത് ഈ രോഗമാണ്. അപ്പൊ ഞാനിതിനെ അസ്വസ്ഥത കാണിച്ചാല് അള്ളാന്റെ ഖദറും ഖളാവും ശരിയായില്ലാന്ന് പറയും പോലല്ലേ. എനിക്കതാണ് ഹൈറ് പഠിച്ചാൽ കണക്കാക്കിയാണ് അങ്ങനെ പോട്ടെ. അവസാനം പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവ് അദ്ദേഹത്തിന്റെ ദിക്റിനെ ബാധിക്കുന്ന അവസ്ഥയിൽ നാവുമക്ക് വന്നപ്പോഴാണ് എന്ത് ചൊല്ലിയത്, ഇന്നി മസ്സനിയല്ലുറു വ അൻത അർഹമുർ റഹീമീൻ. പറച്ചിന് ഭയങ്കര വിഷമമുണ്ട്, കാരുണ്യവാനാണല്ലോ, നല്ല അസ്വസ്ഥത കാണിച്ചില്ല. അതിലാണ് മുഹറം 10 അന്ന് ഭാര്യ പുറത്തു പോയതാണ്, ഭക്ഷണം കാര്യങ്ങളും തയ്യാറാക്കി. ആ സമയത്ത് അയ്യൂബ് നബിയോട് അള്ളാഹു പറയാണ്, ഖുർആൻ പറയുന്നുണ്ട്, ആ കാലൊന്നിട്ട് അടിക്കുക. മൂപ്പരം മടമ്പിട്ടടിച്ചു, അതിന് വെള്ളം ഉയർന്ന, അത് കുടിക്കാനും പറഞ്ഞു, കുളിക്കാനും പറഞ്ഞു. രോഗം മാറിയെന്ന് മാത്രമല്ല, ചില മുഫസ്സിറുകൾ പറയുന്നത് 80 വയസ്സ് കഴിഞ്ഞിട്ടാ രോഗം വന്ന്, പിന്നെ 18 കൊല്ലം രോഗിയായി. അദ്ദേഹത്തിന് 40ാമത്തെ വയസ്സിലുള്ള അവസ്ഥയ്ക്ക് അള്ള മടക്കിയെന്നാണ് ആരോഗ്യം, സൗന്ദര്യം, ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും. അള്ളാഹു താല റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹയില് 14 മക്കളെ പിന്നീട് കൊടുത്തു. നമ്മളൊക്കെ എന്തേലും ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് നിരാശപ്പെടരുത്. എന്തേലും വരുമ്പോഴേക്ക് കുത്തുവാക്കുകൾ പറയാം ഉണ്ടാകരുത്. ആ ഭാര്യ ഭർത്താക്കന്മാരൊന്ന് നോക്കിങ്ങൾ, ആ ദമ്പതിമാര് ഒരേ സ്നേഹം നോക്കിങ്ങൾ. അതുകൊണ്ടാണ് പഠിച്ചം കൊടുത്തത്. റഹ്മത്ത് ബീവി ഉറച്ചുന്നു, എന്നാലും രോഗികൾക്ക് ചിലപ്പോൾ വേഗം ദേഷ്യം വരും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ ഈ വയസ്സായ ആളുകളൊക്കെ അല്ലെങ്കിൽ രോഗികളൊക്കെ വിളിക്കുമ്പോഴേക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ വലിയ പണിയിലേക്കാരം മക്കളോ ഒക്കെ, അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ചൂടാവും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഒറ്റ വട്ടം മാത്രം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തോന്ന് ചൂടായിട്ട് അന്നെ ഞാൻ 100 അടി അടിക്കുന്ന സംഭവം നടന്നു. ഞാൻ എന്നെ 100 അടി അടിക്കും വല്ലാഹിയ പറഞ്ഞാണ്. പക്ഷേ അല്ലാഹു തആല അയ്യൂബ് നബിയോട് പറഞ്ഞു, 100 ഇല്ലികളുള്ള പുല്ല് എടുത്തിട്ട് ഒന്നായിട്ട് കൂട്ട, ചൂല് പോലെ, എന്നിട്ട് അതുകൊണ്ട് ഒറ്റടി കൊടുക്കാൻ വന്നതാരെ റഹ്മത്ത് ബീവിനെ. ഒരു മാഞ്ഞാളം നമ്മളിപ്പോ ഒരു ഈർക്കിലി കൊണ്ട് അടിച്ചാൽ വേദനാവും, എല്ലാം കൂടി കൂട്ടി അടിച്ച വേദനാവില്ല. എന്നിട്ട് എന്ത് ചെയ്തറിയോ, ഒരു 100 ഇല്ലികളുള്ള പുല്ലിന്റെ അങ്ങനത്തെ പിന്നെ ഇത് ഒരു കെട്ടെടുത്തിട്ട് 100 ഇല്ലികളിലെടുത്തിട്ട് കണക്കാക്കിയിട്ട് അതുകൊണ്ട് വെറുതെ ഒന്ന് അടിച്ചു. 100 അടി അടിക്കുന്നതാണ് യാഥാർത്ഥ്യമാക്കാൻ ഖുർആൻ പറയുന്നത്. അതല്ലാതെ അതുപോലും പിന്നെ ഒരു തമാശ രൂപത്തിലായത്. നമുക്ക് വലിയ പാടാ. ഈ രോഗം കൊണ്ട് ഒരാൾ നാളെ ആഖിറൻ രക്ഷപ്പെടുന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആയിരുന്നു, അങ്ങനെയാണ് ഈ പടച്ചോനെ എന്റെ ഇബാദത്ത് മുടങ്ങാത്ത രൂപത്തിൽ എനിക്ക് രോഗം തരണേ. അദ്ദേഹത്തിന് പനി ബാധിക്കുകയും ആ പനിയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. നമുക്ക് അതിനുള്ള തവക്കുലൊന്നുമില്ല, നമ്മൾ രോഗം വരാൻ ദ്വാരക്കണ്ട. പക്ഷേ എന്തെങ്കിലുമൊക്കെ വന്നാല് നമ്മൾ എന്ത് കഴിഞ്ഞാൽ ചിലർ പറയേ, നമുക്ക് അനുഭവമാണ്, ഒറ്റ ഖുർആൻ ക്ലാസ് ഒഴിവാക്കലില്ല, അത് ഓനാനുള്ള രോഗം കണ്ടോ. ഓനാ രോഗം വരിക, എന്താ കാരണം വരും, ഓനാ രോഗം വരിക എന്നല്ല, അത് വരാം. എന്താ കാരണം, അത് നമ്മൾ അള്ള പരിഗണിച്ചിട്ടാണ്. നമുക്ക് അള്ളയിൽ ഖൈർ കണ്ടിട്ടുണ്ടാവും, അതിനാണ് അമ്പിയാക്കൾക്ക് കൊടുത്തേ. മുഹറം 10നോട് ബന്ധപ്പെട്ടതായി നോക്കൂ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം റബ്ബിന്റെ അനുമതി ഇല്ലാതെ ഹിജ്റ പോയ കാരണത്തിലാണ് തിമീങ്കരം വിടുന്ന അവസ്ഥ, കടലിൽ വീടുന്ന അവസ്ഥ ഉണ്ടായത്. 40 ദിവസമാണ് അദ്ദേഹം കടലിൽ കിടന്നു. 40 ദിവസം. ആ 40 ദിവസം ആകെ പേടിച്ചുപോയി. അപ്പൊ മൂപ്പര് ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 40ാം ദിനം കറക്റ്റാ, മുഹറം 10 അന്ന് പുറത്തേക്ക് തള്ളി. ഖുർആൻ പറയുന്നത് അദ്ദേഹം ആ തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ തിമീങ്കലത്തിന്റെ വയറായിരിക്കും.
അപ്പൊ ഒരു സഹാബി നീച്ചിട്ട് ചോദിച്ചു, റസൂലേ, ഇത് ചെല്ലിയപ്പോ രക്ഷപ്പെടുക എന്നുള്ളത് അത് യൂനുസ് നബിക്ക് മാത്രമുള്ളതാണോ, അതാ നമ്മളൊക്കെ കുടുങ്ങിയ ചെല്ലിയ രക്ഷ ഉണ്ടാവുമോ? അവര് തങ്ങൾ ആ ആയത്തിന് മുഴുവൻ ഓതി കൊടുത്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞാല് യൂനുസ് നബി പ്രയാസപ്പെട്ട പോലെ ആര് പ്രയാസപ്പെട്ടാലും അദ്ദേഹം ചെല്ലിയതുപോലെ ചെല്ലിയാല് ഞാൻ രക്ഷ കൊടുക്കുന്നതാണ്. അത് ഉറപ്പണ കാര്യം. ജയിലിലൊക്കെ അകപ്പെട്ടോലെ അപ്പോ ഓതേണ്ട ഒരു ചൊല്ലേണ്ട ഒരു ദിക്റാണത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിരപരാധിയാകട്ടെ, അതിൽ തെറ്റ് സംഭവിച്ചതാകട്ടെ, ഒരു തൗബയാണത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് കൊറോണ പോകാൻ വേണ്ടി പാത്രം കൊട്ടിയ പോലല്ല. പാത്രം കൊട്ടിയ കൊറോണ പോകുന്നില്ല എന്നതുപോലല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാം 12 കൊല്ലത്തെ ജയിൽവാസം കഴിയുന്ന ജയിലിൽ നിന്ന് ഇറങ്ങിയത് അതൊരു മുഹറം 10-നാണ്. അതോ ജയിലിലേക്ക് പോകുമ്പോ ചണ്ട കൊട്ടിയിട്ട് യജമാനത്തിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച അടിമയാണിത് എന്ന് പറഞ്ഞാണ് കൊണ്ടു നടന്നത്. ഒരു വഷളത്തരം. അതിനൊന്നും ചെയ്യാൻ കഴിയൂല. അങ്ങനെ പ്രചരിപ്പിച്ചു. പിന്നെ അവരെ കൊണ്ടുതന്നെ തിരുത്തിക്കുകയാണ്. അതായത് ആ പറഞ്ഞു പരത്തിയ പെണ്ണുങ്ങൾ ഞങ്ങളന്ന് വെറുതെ പറഞ്ഞതായിരുന്നു, ഇത് മാലോകരൊക്കെ അറിയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ സ്വീകരണമാണ് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോ. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിനെ ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതൊരു മുഹറം 10-നായിരുന്നു. മിസ്രിന്റെ ഭരണാധികാരി. അതുപോലെ യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ബന്ധപ്പെടുന്നത് മൂസാ നബിയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് 6,70,000 വരുന്ന ഇസ്രായേലികളെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടൽ കടത്തി കൊണ്ടുപോയി. എന്നാൽ 12 ലക്ഷത്തോളം പട്ടാളക്കാരും അതിന്റെ പുറമെ സിവിലിയന്മാര് വേറെ, ഫിർഔനും, അവരെ മുഴുവനും അള്ളാഹു നശിപ്പിച്ചത് അതും ഈ സംഭവം നടക്കുന്ന മുഹറം 10-നാണ്. അതാണ് നമ്മൾ നോമ്പ് അതിനോട് ബന്ധപ്പെട്ടാണ്. കാരണം മുൻഗാമികൾ നോമ്പോറ്റു അള്ളാഹ്ക്ക് നന്ദിയായിട്ട്. കാരണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം ഈ തൗറാത്ത് അംഗീകരിക്കുന്ന ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. ഒരുപാട് പ്രവാചകന്മാര്, ഇസ്രായേലി പ്രവാചകന്മാര്, ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ വേദം ഏതായിരുന്നു? തൗറാത്തായിരുന്നു. അവരൊക്കെ അനുഷ്ഠിച്ച നോമ്പാണേത്? ഈ ആശൂറാന്റെ നോമ്പ്. അപ്പൊ അതുകൊണ്ടാണ് നിവിധങ്ങൾ പറഞ്ഞത് മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതിന് അവര് നോൽക്കുന്നതിനേക്കാൾ നമ്മളാണ് അതിന് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു പടി മുന്നോട്ട് പോകണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് താസുവാണ് 9 കൂടി നോൽക്കണം. അതാണ് ഇന്ന് നമുക്ക് 9ഉം 10 എന്നുള്ളത് വരാനുള്ള കാരണം അതാണ്. അപ്പോ ഈ നന്മ 10 ഇരട്ടി പറഞ്ഞപ്പോ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. വളരെ സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ നോക്കി മുതലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മളൊന്ന് പ്രത്യേകം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. ദ്വാരക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ദ്വാരക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അള്ളാഹു താല പിന്നെ സൗകര്യം പോലെ ദിക്റുകളും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ അങ്ങനെ വരും. അടിസ്ഥാനമുള്ളോ ഇല്ലാത്തൊക്കെ വരുട്ട ചെല്ലാൻ പലതും വരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏത് ചെല്ലിയാലും കൂലി ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി നോക്കൂ, ഒരൊറ്റ ആയത്ത് കൂടി. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. ഖുൽ, നബിയെ അങ്ങ് പറയുക, ഇന്നനി ഹദാനി റബ്ബി, തീർച്ചയായിട്ടും എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകി. ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക്. നമ്മൾ സ്ട്രൈറ്റ് പാത്ത് എന്ന് പറയല്ലോ, നേരായ മാർഗത്തിലേക്ക് എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകി. ഏതാണത്? ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ. അത് ഒരു ചര്യയാണ്, ചൊവ്വായ. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നടപടിക്രമങ്ങൾ. മില്ലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചൊവ്വായ മാർഗത്തിലേക്ക് എനിക്ക് അല്ലാഹു തആല മാർഗദർശനം നൽകി. വമാ കാന മിനൽ മുശ്രികീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അതിപ്പോ അവിടെ പറയാൻ കാരണം എന്താ അറിയോ? യഹൂദികളും നസറാക്കളും പല ഗ്രൂപ്പുകളായി എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഒരു ഗ്രൂപ്പ് പറയാണ് ഈസാ നബി ദൈവപുത്രനാണ്,
ഒരു കൂട്ടർ പറയാണ് ദൈവം തന്നെയാണ്, ഒരു കൂട്ടർ പറയാണ് ഉസൈർ അള്ളാന്റെ മകനാണ്. എന്നിട്ട് ഓല് പറയാണ് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ പിന്മുറക്കാരാണ്. മക്കളെ, ഇബ്രാഹിം നബിന്റെ പിന്മുറക്കാരാണെന്ന് ഇവർ പറയുമ്പോൾ ഓൽക്ക് മറുപടി കൊടുക്കുകയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇബ്രാഹിം നബി ഒരിക്കലും മുശ്രിക്കായിരുന്നില്ല. ബഹുദൈവാരാധനക്കെതിരെ ഭയങ്കര സമരം ചെയ്ത ആളാ അദ്ദേഹം. എന്നിട്ട് നിങ്ങൾ ഈ പരദൈവങ്ങളെ ആരാധിക്കുന്നത് എങ്ങനെ? അതല്ലാത്തോലെ ആരാധിക്കുന്നത്, ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ മക്കളെ പറയുന്നത് യോജിക്കണില്ലാന്ന് അവരെ ബോധ്യപ്പെടുത്താന് അള്ളാഹുവിന്റെ തിരുദൂതരോട് അള്ളാഹു തആല കൽപ്പിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ സിറാത്തും മുസ്തഖീം എന്നുള്ള പ്രയോഗത്തിന് ഒരുപാട് മഹത്വമുണ്ട്. ഈ നേരായ വഴി എന്നുള്ളതിന് വേണമെങ്കിൽ സബീലുൽ മുസ്തഖീം എന്ന് പറയാമായിരുന്നു. സബീൽ അതും വഴി തന്നെയാണ്. മുസ്തഖീം എന്ന ചൊവ്വായത്, വളയാത്ത വഴി. അല്ലെങ്കിൽ ത്വരീഖുൽ മുസ്തഖീം എന്ന് പറയാം. ത്വരീഖുൽ മുസ്തഖീം ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ കാരണം, ഒന്ന് നരകത്തിന്റെ മീതെ ഒരു പാലത്തിന് പറയാം സിറാത്തുൽ മുസ്തഖീം. അതിന് കഴിച്ചിലാകണമെങ്കിൽ ഈ മാർഗത്തിൽ വരണമെന്ന് അറിയിക്കാനാണ്. രണ്ടാമത്തത് സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറയുമ്പോൾ ആ സിറാത്ത് പാലം അങ്ങനെ ഓർമ്മ വരണം. അപ്പൊ നമുക്ക് അങ്ങനെ പേടി വരും, നന്നാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടാവും. മറ്റൊന്ന്, അറബികൾ സാധാരണ വളയാത്ത വഴിക്ക്, പഴക്കാത്ത വഴിക്ക് എന്ത് പറയും? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയും. മെയിൻ റോഡിനൊക്കെ അങ്ങനെ പറയാലോ. ഇപ്പൊ ഒരാളോട് ചോദിക്കാണ് മലപ്പുറത്തേക്ക് എങ്ങനെ പോകുക വെച്ചാൽ നേരെ വിട്ടാർന്നാ മതി. അപ്പോൾ അവൻ ഇവിടുന്ന് വേഗം കിടന്ന് നേരെ മെയിൻ റോഡിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ സുന്നി മലയുടെ അവിടെ കിടത്തും. അവിടുന്ന് ചോദിച്ചാൽ മതി, മലപ്പുറത്തെത്തി. നേരെ മറിച്ച് ഒരാളോട് ചോദിക്കുകയാണ് പിന്നെ നെല്ലിപ്പറമ്പൊക്കെ എങ്ങനെ പോകുക, നേരെ വിട്ടാർന്ന ഓൻ കേക്കാത്തലൊക്കെ പോയിക്കാണ്ട് നെല്ലിപ്പറമ്പ് എവിടെ? അപ്പോൾ ചോദിക്കപ്പെട്ട ആള് ചോദിക്കും ഇവിടുന്ന് വരുന്നത് ചോദിക്കും. അതൊക്കെ തിരിഞ്ഞു പോകണം മോനെ, അതൊക്കെ കഴിഞ്ഞു പോകണം. അപ്പോൾ നേരായ വഴിയല്ല, തിരിഞ്ഞു പോകണം. ഒരു ഉദാഹരണം പറഞ്ഞാണ്. എന്നതുപോലെ ഈ വളയാത്ത വഴിക്ക് അറബിയാൾ സിറാത്തുൽ മുസ്തഖീം അതന്നെ അള്ള പിടിച്ചു. നമ്മൾ ഫാത്തിഹ സൂറത്തിൽ 17 വട്ടം ഒരു ദിവസം വരക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അപ്പൊ ആദർശത്തിൽ വളയരുത് എന്നാണ് അറിയുന്നത്. നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പോക്കറ്റ് റോഡുകളൊക്കെ കാണും, അതിലെ പോയ രക്ഷപ്പെടുക, ചിലപ്പോൾ കടന്നാ കുടുങ്ങിയ കയറാം, എത്തൂല, ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. അത് നമ്മളെന്താ അറിയോ, കുറച്ചൊക്കെ തിരക്കുണ്ടെങ്കിലും ആ ശരിയായ റൂട്ടിലൂടെ അങ്ങനെ പോവാം. ആര് വിളിച്ചാലും പലരും വിളിക്കും, ആയത്തുകൾ ഇങ്ങനെ ഓതും. പിന്നെ ഇവിടെ ഖാദിയാനികൾ വരെ ആയത്തോതിയിട്ടാ വിളിക്കുന്നത്. ആയത്തല്ലേ ഓതുന്ന പോകാൻ പറ്റുമോ? ഇല്ലല്ല. ക്രിസ്ത്യാനികൾ ആയത്തോതി വിളിക്കുവേ. ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അധ്യായം മാഇദ. ഖുർആൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും മസീഹ് ഈസ ദൈവമാണ് ഖുർആനിലുണ്ട്. എന്താ ഉള്ളത്? ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ ദൈവമാണെന്ന് പറയുന്നവർ സത്യനിഷേധികളാണെന്നാണ്. ആ സത്യനിഷേധികളാണെന്ന് ഒഴിവാക്കിയിട്ടാണ് ഇവര് ലഘുലേഖയിൽ ഇറക്കി. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മുസ്തഖീമായ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യൻളുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക. സത്യത്തിലേക്ക് വരാൻ അവരിനി എന്താണ് കാത്തിരിക്കുന്നത്? ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് വരലല്ലാതെ. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അത് റൂഹിനെ പിടിക്കുന്ന മലക്കാണ്. ഔ യഅതിയ റബ്ബുക, അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ വരവ്, അത് അല്ലാഹുവിന്റെ ശിക്ഷ. ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക, അല്ലെങ്കിൽ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് നിന്നിലേക്ക് വരുന്നതും. ഇതൊക്കെ വന്നിട്ടാണോ ഇനി നന്നാകുന്നത്? അതുകൊണ്ട് ഉദ്ദേശം ഖിയാമത്ത് അലാമത്തുകൾ, പ്രത്യേകിച്ചും സൂര്യൻ പടിഞ്ഞാറുന്നു. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് വരുന്ന ദിവസം. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ,
ഒരാൾക്കും അയാളെ ഈമാന് ആ സന്ദർഭത്തിൽ വിശ്വസിക്കൽ ഉപകാരപ്പെടില്ല. എപ്പോ ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ വിശ്വാസത്തിനനുസരിച്ചുള്ള ഖൈറായ കാര്യങ്ങൾ ചെയ്തവനല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഖുലിൻതളിറൂ, അങ്ങ് പറഞ്ഞോളൂ നബിയെ അവരോട്, നിങ്ങൾ കാത്തിരുന്നോളൂ, പ്രതീക്ഷിച്ചോളൂ. ഇന്നാ മുൻതളിറൂൻ, നമ്മളും കാത്തിരിക്കുന്നവർ തന്നെയാണ്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും, സ്വന്തം മതത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ, വകാനൂ ശിയാ, അങ്ങനെ വ്യത്യസ്തമായ ചേരികളിലായവർ, ലസ്ത മിൻഹും ഫീ ശൈ, അങ്ങേക്ക് അവരിൽ ഒരു കാര്യവുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിലേക്കാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തതിനെ സംബന്ധിച്ച് അല്ലാഹു പിന്നീട് അവർക്ക് അറിവ് നൽകുന്നതാണ്. അതായത് അതിനുള്ള ശിക്ഷ ഉണ്ടാവും. മൻ ജാഅ ബിൽ ഹസന, ഒരു നന്മയുമായി ഒരാൾ വന്നാൽ ഫലഹു അശ്റു അംസാലിഹാ, അതിന്റെ 10 ഇരട്ടി അവനിക്കുണ്ട്. വമൻ ജാഅ ബിസ്സയ്യ, ഒരാൾ ഒരു തെറ്റുമായി വന്നാൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അവന് തത്തുല്യമായ ശിക്ഷ മാത്രമേ ഉള്ളൂ. വഹും ലാ യുള്ളമൂൻ, അവർ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ അങ്ങ് പറയുക, തീർച്ചയായിട്ടും ഇന്നനി ഹദാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. ദീനൻ ഖയ്യിമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ ദൃജുവായ ചൊവ്വായ മതത്തിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ആ ഇബ്രാഹിം നബി ഒരിക്കലും മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ യൻളുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ ഖുലിൻതളിറൂ ഇന്നാ മുൻതളിറൂൻ. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ ഇന്നമാ അംറുഹും ഇലല്ലാഹി സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുള്ളമൂൻ.